ഹലോ ഹലോ നമസ്കാരം. ടീച്ചറുടെ മുന്നിൽ ഞാൻ മൂന്നാമത്തെ തവണയാണ് പാടുന്നത്. രണ്ടാമത്തെ തവണയാണ് പാടുന്നത്. ആദ്യം ഫാം ഹൗസിൽ പാടിയിരുന്നു.
കുറേ മമ്മൂക്കേൻ്റെ പാട്ടുകളും കുറേ പാടിയിരുന്നു. എനിക്കാകെ ടീച്ചറിവൻ്റെ പാട്ടുകളൊന്നും ഇഷ്ടമുള്ളത് തിരുവാണിരാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജേക്കബിൻ്റെ സുഹൃത്ത് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് സാധ്യ പാട്ടാണ്. പിന്നെ ചിലമ്പിലെ ഔസവച്ചൻ ചെയ്ത പുടമുറി കല്യാണം ദേവി നല്ലൊരു സോങ്ങാണ്. അപ്പോൾ ഞാൻ പ്രയർ പാടാം. അറിവിൻ്റെ സൂര്യ ഹൃദയാകാശത്തിനനുദിനം നീ വന്നുദിക്കൂ അജ്ഞാനമാകും അന്ധകാരത്തെ അകറ്റുവാനെന്നും തുണയ്ക്കൂ വെള്ളിക്കതിരുകൾ നീട്ടി നീട്ടി ഉള്ളിൽ നീ വന്നണയുമ്പോൾ എല്ലാരും ഒന്നെന്ന സ്നേഹഗീതത്തിൻ പല്ലവി ഞങ്ങൾ പാടുന്നു. സ്നേഹഗീതത്തിൻ പല്ലവി ഞങ്ങൾ പാടുന്നു. അറിവിൻ്റെ സൂര്യ ഹൃദയാകാശത്തിലനുദിനം നീ വന്നുദിക്കൂ അജ്ഞാനമാകും അന്ധകാരത്തെ അകറ്റുവാൻ നിന്നും തുണയ്ക്കൂ അകറ്റുവാനെന്നും തുണയ്ക്കൂ 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 തുണയ്ക്കൂ. താങ്ക് യു. സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സ്വാഗതം കുറച്ച് ചുരുക്കും. പറയാൻ ഒരുപാടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ബീജാനണിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് 16ാമത്തെ വർഷമാണ്. അപ്പോൾ 16ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബിന്നി മട്ടി എന്ന് പറയുന്ന കരുത്തനായൊരു മനുഷ്യനാണ്, സംഘാടകനാണ്, മനുഷ്യസ്നേഹിയാണ്, കലാസ്നേഹിയാണ്. അപ്പോൾ 2023 ഫെസ്റ്റിവൽ വരെ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. ഒരുപക്ഷെ 2012 മുതൽ 23 വരെ എന്ന് പറയാം. എല്ലാ കാര്യത്തിലും ഓൾ ഇൻ ഓളാണ്. പുള്ളിയുടെ ഒരു ഡിസിപ്ലിനും ഞങ്ങൾ ഈ കലാകാരന്മാരുടെ അല്പം ഡിസിപ്ലിൻ ഇല്ലായ്മയും ഒക്കെ ചേർന്നുകൊണ്ട് അതിൻ്റെ വൈരുദ്ധ്യങ്ങളിലൂടെയാണ് നമ്മളെ ഈ കുതിരകളെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിഞ്ഞാനിട്ട് പിടിക്കുന്ന പരിപാടികളാണ്. അതായത് ഡിസിപ്ലിനായിട്ട് സംഘടനാ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ആ രീതിയിലുള്ള അതിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള സംഗതികളും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണുന്നു. പരസ്യം കൊടുക്കുന്ന കാര്യങ്ങളിൽ പ്രസ് മീറ്റ് ഒന്നിലും മോശമായിരുന്നില്ല അദ്ദേഹം. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് അതുകൊണ്ട് തന്നെ ക്ഷീണമുണ്ടായിരുന്നു. ഉണ്ണി-സത്താർ ഒന്ന് വേദിയിലേക്ക് വരണം. കാലത്തെ മനോധർമ്മം അഭിനയം ജഡ്ജ്മെൻറ്റിൻ്റെ പിന്നെ നമ്മുടെ ഡോക്യുമെൻ്ററിയുടെ ജൂറി ചെയർമാനൊക്കെയാണ്. ഒന്ന് അപ്പോൾ ഈ ഷെഡ്യൂളിൽ ആ കുട്ടിയുടെ ഇതിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ബിന്നി മനുഷ്യൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരുടെയും സുഹൃത്താണ്.
രാവണി മാഷും പ്രിയനന്ദനും രാജനൊക്കെ പറയേണ്ട കാര്യമില്ല, പിന്നെയെക്കുറിച്ച് ഞാനിത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്തത് ബിന്നിമട്ടി ഫൗണ്ടേഷൻ ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജൂണിൽ ബിന്നിമട്ടി ഫൗണ്ടേഷൻ അതിൻ്റെ പ്രസിഡൻ്റാണ് ജോയ് പ്ലാശ്ശേരി, സെക്രട്ടറി സേവിയർ ചിറയത്ത്, അങ്ങനെ ഒരു ട്രഷറർ ഷിബു മഞ്ഞളി പനിയായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ ആ ഒരു 7 പേരടങ്ങുന്ന 8 പേരടങ്ങുന്ന പ്രസീത അടക്കുന്ന ഗംഭീരമായിട്ടൊരു കമ്മിറ്റി വരുന്നു. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം ബിന്നില്ലാതെ നമുക്ക് ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ബിന്നിമട്ടി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വന്നതോടുകൂടി നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയിൽ മുന്നോട്ട് വരികയാണ്. അങ്ങനെയാണ്. അപ്പോൾ പ്രിയനടയ്ക്ക് പറയും പിജാനി അവാർഡ് നമ്മൾ ബ്രേക്ക് വരരുത്, നടത്തണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ വർഷം ഈ സമയത്ത് 16ാമത് അവാർഡായിട്ട് വരുന്നത്. 25ാം വർഷം ശരിക്കും വാർഷികാഘോഷത്തിൻ്റെ കണക്ക് പ്രകാരം 26 വരിക. നമ്മൾ തുടങ്ങിയ പാർട്ട് ഓൺ ഓഫ് ഫിലിംസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് 99 1999. ഈ പാർട്ട് എന്നുള്ള ഒരു ആളുകൾക്ക് ഭയങ്കര സംശയമുണ്ട്. ഒന്നുമല്ല, പാർട്ട് എന്ന് പറഞ്ഞാൽ PART, പ്രാക്ടീസ് അസോസിയേഷൻ വിത്ത് റൂറൽ തിയേറ്റേഴ്സ്. ഏറ്റവും കൂടുതൽ ഗ്രാമീണ നാടകവേദിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളായതുകൊണ്ട് ഞാനായതുകൊണ്ട് അതിനെ ആ വേർഡ് കളയാൻ പാടില്ല. പിന്നെ അത് ഭാഗമാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ബിന്നിമട്ടി ഫൗണ്ടേഷൻ ചേർന്നിട്ടാണ് ഇതിൻ്റെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് കഴിഞ്ഞ വർഷം വന്നത് ഈ വർഷം വന്നത് നോക്കാം നമുക്ക്. സൂര്യകിരൺ ഫിലിംസ് എന്ന് പറയുന്ന ദുബായിലുള്ള ജയകിഷൻ എൻ്റെ പഴയ അഗ്രിക് യൂണിവേഴ്സിറ്റി നടനാണ്, മികച്ച നടന്മാരിൽ ഒരാളാണ്. അവനും അവൻ്റെ മകളൊക്കെ ആക്ടേഴ്സാണ് ശരിക്കും. അപ്പോൾ അവർ എൻ്റെ കൂടെ 2-3 വർഷമായിട്ട് 3-4 വർഷമായിട്ടുണ്ട് ശരിക്കും. കഴിഞ്ഞ 2 വർഷമായിട്ടും പുള്ളിയുടെ ഒരു സഹായമുണ്ട്. 10 മിനിറ്റ് കാറ്റഗറിയുടെ 10,000 രൂപ കൊടുക്കുന്ന സൂര്യകിരൺ ഫിലിംസാണ്. നമ്മൾ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഈ വർഷം നമ്മൾ ഒറ്റ കോള് മതി. കൃഷ്ണകുമാർ, KT കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ CMD, ഒലീവിയ, ഒരുപാട് കലാപരിപാടികൾക്ക്, നാടകദ്വീപിൻ്റെ പരിപാടികൾക്കും പല പരിപാടിയും, മിമിക്രി അസോസിയേഷൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ചെയർമാനും അങ്ങനെ എല്ലാ കാര്യത്തിലും ശശിധരൻ നടുവിലിൻ്റെ നാടകദ്വീപിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നോട് ശശി തന്നെ പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്ക്, നല്ല ആൾ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആളൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി കൃത്യമായിട്ടും ഈ ഇരിക്കുന്ന മെമൻറ്റോസ് കംപ്ലീറ്റ് എത്ര ചിലവ് വരും ചോദിക്കും, ഇത്ര ചിലവ് വരുന്നു, അത് ആളെടുക്കും. ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മനുഷ്യത്വപരമായിട്ട് കലാപരമായിട്ടുള്ള ആളുകളും കൂടി ഒപ്പമുള്ളതാണ്. ബിന്നിയുടെ ഒരു തുടർച്ച പോലെ എനിക്ക് തോന്നിയത് ഇവർ. ബിന്നി എന്താണോ വെറും വ്യാപാരി വ്യവസായി സംഘാടകൻ മാത്രമല്ല, കലാസ്നേഹിയാണ്. ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കളിച്ചു കൂച്ചുവിലങ്ങ് പോലെയുള്ള ഡോക്യുമെൻ്ററി, ഞാൻ ഡയറക്റ്റ് ചെയ്ത മാളവികം, പിന്നെ നെക്സ്റ്റ് അങ്ങനെയുള്ള ഡോക്യുമെൻ്ററികളും കൂടി ആൾ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ കൃഷ്ണകുമാർ വരുമ്പോഴൊക്കെ നമുക്ക് ആ കരുത്വമാണ് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒലീവിയയുടെ സപ്പോർട്ടുണ്ട്. 30 മിനിറ്റ് കാറ്റഗറിയുടെ 10,000 രൂപയും ഇതിനു വേണ്ടി വരുന്ന ചിലവുകളും ഒക്കെ ആളാണ് എടുക്കുന്ന അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഇതിലാണ് നമ്മൾ ഈ സംരംഭം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഒരുവിധം അവാർഡുകളായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും എത്തിയിട്ടുണ്ട്. 1-2 പേരാണ് പകരക്കാർ ഒന്ന് മേടിക്കുള്ളൂ. ഹസീം അമരവിള്ള മികച്ച നാടകരചനയാണ്, പക്ഷെ അദ്ദേഹം ശക്തി അവാർഡിന് നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകരം ആരെങ്കിലും വരുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്കത് വിളിച്ചു വരുമ്പോൾ ആരൊക്കെ വരെ എന്നുള്ളത് പറയാൻ പറ്റും. നമുക്ക് നിറഞ്ഞ സദസ്സാണ്, എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തെ ഇതിലേക്ക് പ്രവേശിക്കാം. എനിക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഓരോരുത്തരും പറയുമ്പോൾ സമയം എടുക്കുന്നുണ്ട്, എന്നാലും പറഞ്ഞേ പറ്റൂ. നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ TG രവിയേട്ടനെ തന്നെയാണ് TG രവീനെ തവണ സെലക്ട് ചെയ്യുന്നത്. പ്രിയനും ജയരാജ് വാര്യരും രാവണി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ തവണ ഈ 2023 തൃശ്ശൂർ LCക്കാണ് കൊടുത്തത്. ഇവരൊക്കെ ഈ പീജാനണിയായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചവരാണ്. പൗളി വത്സൻ അതിന് മുമ്പ് കൊടുത്തത്. പീജാനണിയായിട്ട് സഹകരിച്ച് നാടകം ചെയ്തവരും ഒരുപക്ഷെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പീജാനിയെ കൊണ്ട് അഭിനയിപ്പിച്ചതൊക്കെയാണ് ചരിത്രമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിലുള്ളവരെ തന്നെയാണ് ആദ്യം ആദരിക്കേണ്ടത്. അത് കൃത്യമായിട്ടും സമയവും അതിന് പ്രായവും ഒക്കെ ഉണ്ട്, അനുഭവങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ TG രവിയേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും തൃശ്ശൂരിൻ്റെ അഭിമാനം. മലയാള സിനിമയിൽ വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ ഏറ്റവും നെഗറ്റീവായ വില്ലൻ വേഷത്തിൽ നിന്ന് വന്ന് ഏറ്റവും പോസിറ്റീവായ സ്വഭാവം നടൻ ചെയ്യുന്നു, അതിഗംഭീരമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സിനിമ ഇൻഡസ്ട്രിയിൽ സാധിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ TG രവിയേട്ടനെ ഞാൻ പ്രത്യേകിച്ച് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മിനിസ്റ്റർ K രാജൻ, ഒരുപാട് തിരക്കുകളുണ്ട് അറിയാം, ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെയൊക്കെ എൻ്റെയും വൈഫിൻ്റെയും ഒക്കെ വളരെ ക്ലോസ്, അവരൊക്കെ ഒപ്പം കേരളോർമ്മ അത് ആൾ പറയും.
അപ്പോൾ അത് അപ്പോൾ ഈ സുനിൽകുമാർ ആണെങ്കിലും ഒക്കെ നമ്മുടെ ഞങ്ങൾ അന്തിക്കാട്ടുകാരാണല്ലോ, അതിൻ്റെ ഒരു വൈകാരികതയുണ്ട്. അപ്പോൾ മിനിസ്റ്റർ എത്തുന്നു, മിനിസ്റ്റർ ആദ്യമേ വിളിച്ച ശേഷം PA നമ്പർ തന്നു, ഡേറ്റ് ബുക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അഭിമാനമുണ്ട് നമ്മുടെ മുമ്പിൽ. മിനിസ്റ്റർ ഇതിന് പറയും, പീജാനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ മിനിസ്റ്റർ അഡ്വക്കേറ്റ് കെ രാജനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഫെസ്റ്റിവൽ ചെയർമാൻ എന്ന് പറയുന്ന രാവണി മാഷാണ്. രാവണി മാഷ് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ആവശ്യിക്കുക. പല പരിപാടികളും ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സഹയാത്രികരാണ്. അപ്പോൾ ഫെസ്റ്റിവൽ ചെയർമാൻ രാവണി മാഷെ സ്വാഗതം ചെയ്യുന്നു. ഫെസ്റ്റിവൽ ഡയറക്ടർ പ്രിയനന്ദനാണ്. ഞങ്ങൾ അടുത്തടുത്ത പഞ്ചായത്താണ്. 40 വർഷമായിട്ട് നാടകവും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. ശ്രീജ ടീച്ചറും ഒക്കെ പ്രിയന് വേണ്ടി സംഗീതം ചെയ്യലും ഒക്കെ ഒരു മറക്കാൻ പറ്റാത്ത ബന്ധമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായിട്ട് പ്രിയനുണ്ട്. പ്രിയൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നമ്മൾ പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാര്യങ്ങൾ നടക്കണില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രിയനെ സ്വാഗതം ചെയ്യുന്നു. ജയരാജ് വാര്യർ ഇതിനെ പ്രതിഭയെ പരിചയപ്പെടുത്താൻ പോകുന്നു. നിങ്ങൾക്ക് വലിയ ഒരു സിനിമ കണ്ട അനുഭൂതിയാണ് തരാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് എന്നോട്. എന്തായാലും ജയരാജ് വാര്യർ കൃത്യമായിട്ട് TG രവിയേട്ടനെ അടയാളപ്പെടുത്തും, പരിചയപ്പെടുത്തും എന്നുള്ള ഉറപ്പാണ്. പ്രിയൻ പൊന്നാട അണിയിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. നമ്മുടെ ജോയ് പ്ലാശ്ശേരിയാണ് അവരുടെ ഈ പിന്നിമട്ടി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുള്ള 20,000 രൂപ TG രവിയേട്ടനുള്ള കാശ് പിന്നിമട്ടി ഫൗണ്ടേഷനാണ്. ഡോക്യുമെൻ്ററി 5,000 രൂപയും പിന്നിമട്ടി ഫൗണ്ടേഷൻ അത് പിന്നെ കൊടുത്തിരുന്നതാണ്. ആ രീതിയിൽ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാശ്ശേരി അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. പ്ലാശ്ശേരി നമ്മുടെ ഇതിൻ്റെ ഒപ്പം ഉള്ള ഒരാളാണ്. പ്ലാശ്ശേരിനെ സ്വാഗതം ചെയ്യുന്നു. CR ദാസേട്ടൻ മുഖ്യ അതിഥിയായിട്ടുണ്ട്. ദാസേട്ടന് വയ്യ എങ്കിലും കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒന്ന് ഉഷാറാക്കാൻ തന്നെയാണ് ആളെ വിളിച്ചത്. അങ്ങനെ വയ്യാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കണം നമ്മൾ സമ്മതിക്കില്ല. സുനിൽ സുഗതി 2 മുഖ്യാതിഥികളുണ്ട്. സുനിൽ സുഗത മിനിഞ്ഞാന്ന് വന്ന് ഇവിടെ അപ്പോൾ നമ്മുടെ കൂടെ വന്ന് മണിലാൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഉദ്ഘാടകൻ്റെ ഒപ്പം നിന്ന് മുഖ്യാതിഥിയായിട്ട് ഇന്ന് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുനിൽ സുഗതിക്കും ദാസേട്ടനും 2 മുഖ്യാതിഥികളെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. കൃഷ്ണകുമാർ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണകുമാറിന് സ്വാഗതം ഒന്നുകൂടി പറയുന്നു. ലവിയുടെ കൃഷ്ണകുമാറിന് തിരക്ക് കൂടുമ്പോൾ വരുന്ന ചില കാര്യങ്ങളാണ്. ചിലതിങ്ങനെ ചതറിപ്പോയി കൊളാഷ് പോലെ ആയിരിക്കും ചിലപ്പോൾ ടോക്ക്. ചിട്ടയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നു. ഉണ്ണി സത്താർ സ്വാഗതം ചെയ്യുന്നു. സേവിയർ പ്ലാശ്ശേരിയെ സ്വാഗതം ചെയ്തു. ജയരാജ് വാര്യർ സ്വാഗതം ചെയ്തു. സേവിയർ വേണ്ട സേവിയർ സിറയത്ത് നമ്മുടെ പിന്നിമട്ടി ഫൗണ്ടേഷൻ സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നു. അനിൽ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി നമ്മുടെ ഇതിൻ്റെ നന്ദി പറയുന്ന അനിലാണ്. അങ്ങനെ പിന്നെ മണികണ്ഠൻ ശില്പി മണികണ്ഠനെ നമ്മൾ മറക്കാൻ പറ്റില്ല. കാരണം KPSC ലളിതയ്ക്ക് 2014 അവാർഡ് കൊടുക്കുമ്പോൾ ഈ ശില്പം ഫ്രീ ആയിട്ട് തരുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞ് 11ാമത്തെ വർഷവും ശില്പം തരുന്നതാണ്. അതിന് ഒരു മാസം ആൾ പണിയെടുക്കും. അതിൻ്റെ ഈ 5 മെമ്പൻറ്റോ ഇതായിരിക്കുന്നതും പുള്ളി തന്നിട്ടുള്ളതാണ്. അതായത് മികച്ച നാടകരചന, മികച്ച ഡോക്യുമെൻ്ററി, മികച്ച 10 മിനിറ്റ് ഷോർട്ട് ഫിലിം, 30 മിനിറ്റ് ഷോർട്ട് ഫിലിം, അതിൻ്റെ നമ്മുടെ ഈ മെമ്മൻ്റ് ഇത് പ്രശസ്തി പത്രത്തിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. അതും ശില്പിയാണ് ചെയ്യുന്നത്. ശില്പീനെ ഞങ്ങൾ ചെറുപ്പക്കാരാണ്, നാട്ടുകാരാണ്, മറക്കാൻ പറ്റില്ല. സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ P. ഗീത നാടക ജൂറിയിൽ പെട്ടതാണ്. ആൾ നാടകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നമ്മുടെ കൂടെയുള്ള നാടകരചനയുടെ ജൂറിയിൽ ഡോക്ടർ ഷിബു എസ് കൊട്ടാരം, അഡ്വക്കേറ്റ് പ്രേംപ്രസാദ്, ശശിധരൻ നടുവിൽ, ഡോക്ടർ P. ഗീത 4 പാനലിലാണ്. ഓരോരുത്തർക്കും ഓരോ സെക്ഷനുണ്ട്. ഞാൻ ദൂരെ ഇരുന്നുകൊണ്ട് ഫറൂഖ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ 30 മിനിറ്റ് സിനിമ ജഡ്ജ് ചെയ്ത ആളെയും സ്വാഗതം ചെയ്യുന്നു. ഉണ്ണി സത്താറിനെ സ്വാഗതം ചെയ്തു. ID രഞ്ജിത്ത് 10 മിനിറ്റ് ഇതാണ്. രാജേഷ് നാരായണൻ ഇവരൊന്നും ഇവിടെ ഇല്ലെങ്കിലും അവർ സ്വാഗതം ചെയ്യാണ്. പിന്നെ എൻ്റെ സഹധർമ്മിണി എന്ന് പറയുന്ന എൻ്റെ സഹയാത്രിക, അവരില്ലെങ്കിൽ പിന്നെ ഞാനില്ല എന്ന് പറഞ്ഞ പോലെയാണ് കാര്യം. അപ്പോൾ ഒപ്പത്തിനൊപ്പം ഉണ്ട് ഡോക്ടർ ശ്രീജ KT. ഈ ഫിലിമുകളുടെ മ്യൂസിക് BGM എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഇവർ അമ്മയും മോനും തമ്മിലുള്ള ഡിസ്കഷനാണ് ഇവർ. അപ്പോൾ പലതും പല ഇത് ഞാൻ അയച്ചു കൊടുക്കുന്നു, ചിലത് കാണുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും ക്രിയേറ്റീവായിട്ട് മ്യൂസിക്, ഏറ്റവും കുറവ് മ്യൂസിക് ഏതാണ് അതൊക്കെ നോക്കിയിട്ടാണ് അവർ ചിലപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ ജൂറിയിലുള്ളതാണ്. ഇനി നമ്മുടെ കമ്പയർ ചെയ്യുന്ന നമ്മുടെ ജോയ് പ്ലാശ്ശേരിയുടെ മോളാണ്. ഇങ്ങോട്ട് വരൂ. ജോയ് പ്ലാശ്ശേരിയുടെ മകളാണ്, അവളാണ് ഇവിടെ പ്രസൻറ്റർ. അവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അവിടെ നിൽക്കുന്നതിൽ പിന്നെ പ്രസാദ് കിഴക്കൂട്ടുണ്ട്. രാവിലെ മനോധർമ്മ അഭിനയം സ്വാഗതം ഇതാണ്, അത് ജഡ്ജ് ചെയ്താണ്. പിന്നെ നമ്മുടെ സൗണ്ട് മിക്സിൻ്റെ ജൂറിയും കൂടിയാണ്. അത് അവൻ സൗണ്ട് മിക്സിൻ്റെ ഒരു പുലിയാണ്, ആ ചെറുത്. അപ്പോൾ അവനാണ് ഇതിൻ്റെ മൊത്തം ഈ ഓപ്പറേഷനൊക്കെ നടത്തിയത്, ഈ പ്രോജക്റ്റിൽ. അപ്പോൾ ഇനി ഇവിടെ വന്നിരിക്കുന്ന അവാർഡ് വിന്നേഴ്സ്, അവരുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഇതേ നാടകം മണിയപ്പൻ ആറന്മുള പോലുള്ള പെട്ടെന്ന് കണ്ണിൽ വിടുന്ന ആളുകളാണ്. ഓരോരുത്തരും പറഞ്ഞാൽ എല്ലാവരും പറയേണ്ടി വരും. കണ്ടമാനം അവാർഡ് വിന്നേഴ്സുണ്ട്, അവരുടെ സുഹൃത്തുക്കളുണ്ട്.
നമ്മുടെ അഭ്യുദയകാംക്ഷികളുടെ ക്യാമറ ചെയ്യുന്ന നമ്മുടെ ഇവനുണ്ട് റിജു പെരുങ്ങോട്ടുകര, അവൻ ഇത് മൊത്തം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്വാഗതം പറയുന്നു. സൗണ്ട് സിസ്റ്റം തരുന്ന ഇത് 3 ദിവസം നന്നായിട്ട് കരളി സൗണ്ട്, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷനായിട്ട് നമ്മുടെ രാവണി മാഷ്ക്ക് എൻ്റെ ഈ ബാറ്റൺ കൈമാറുന്നു. അത് കഴിഞ്ഞിട്ട് ആവാം. കാര്യങ്ങളെല്ലാം ഏറ്റവും വിശദമായി ചാക്കോടി അന്തിക്കാട് പതിവ് പോലെ പറഞ്ഞിരിക്കുന്നു. ഇത്തവണ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ഈ അധ്യക്ഷവേദിയിലുള്ള എല്ലാ ആൾക്കാരും നന്നായി സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ്. അപ്പോൾ ഞാനും നീട്ടി പറയണില്ല. TG രവിയേട്ടന് ഈ പുരസ്കാരം നൽകാൻ കഴിയാന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. തൃശ്ശൂർക്കാരുടെ എല്ലാവരുടെയും എല്ലാ മലയാളികളുടെയും. നമുക്ക് അത്രയധികം സ്നേഹമുള്ള, തിരശ്ശീലയിൽ ചിലപ്പോഴെങ്കിലും നമ്മളെ ഭയപ്പെടുത്തിയിട്ടുള്ള, നമുക്ക് അങ്ങേയറ്റ സ്നേഹമുള്ള തൃശ്ശൂർക്കാരനാണ്. നാടക നടൻ, സംവിധായകൻ എന്ന നിലയിലാണ് TG രവിയേട്ടൻ ഞാൻ ആദ്യം കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. ചിരകാല സൗഹൃദം ഉണ്ട്. മന്ത്രി K രാജനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാജനെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ ഒതുക്കി പറയാം എന്ന ഭയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ശരിക്കും ആ പേര് ശരിയാണ് രാജന്. കാരണം വെച്ചാൽ ഒരു തരി പോലും ചെളി തെറിക്കാതെ അതിഗംഭീരമായൊരു മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച സ്ഥാനം കൊണ്ടു നടന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, ഇപ്പം ഇത് മറ്റേ മണ്ണ് പതിച്ച് കിട്ടിയവർ, പിന്നെ പ്രതികൂല കാലാവസ്ഥയിൽ അപകടത്തിൽപ്പെട്ടവർ, എല്ലാം ഒലിച്ചു പോയവർ, അവരെല്ലാം ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് പണിയെടുത്ത് അതിന് പറഞ്ഞാൽ തീരില്ല. മറ്റൊരു മന്ത്രിയെ നമുക്ക് താരതമ്യം ചെയ്യാനാവാത്ത വിധത്തിൽ അത്രമേൽ ഗംഭീരമായി തൃശ്ശൂരിൻ്റെ ഒരു കിരീടം വയ്ക്കാത്ത രാജാവായി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി K രാജൻ നിൽക്കുന്നു. ഞങ്ങളൊക്കെ കേരള മക്കളാണ്, നമ്മുടെയൊക്കെ പിൻഗാമിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വളർന്നു വന്ന് കേരളത്തിൻ്റെ നെറുകയിലെത്തി നിൽക്കുന്ന K രാജനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. PJ ആൻ്റണിയുടെ നാമധേയത്തിലുള്ള ഈ സമുചലമായിട്ടുള്ള അവാർഡ് ദാന ചടങ്ങും പാർട്ട് 1 ഫിലിംസ് തൃശ്ശൂരിൻ്റെ 25ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 26 മുതൽ ആരംഭിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റും ഉൾപ്പെടെ വളരെ മഹനീയമായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, മലയാളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിനും സാഹിത്യ മേഖലയ്ക്കും തൃശ്ശൂർ നൽകിയ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സംഭാവനകളിൽ ഒരാളായിട്ടുള്ള ഏറ്റവും ആദരണീയനായിട്ടുള്ള C രാവുണ്ണി, നമ്മുടെ പ്രിയപ്പെട്ട രവിയേട്ടൻ TG രവി, വിശേഷണങ്ങളും അവതരണങ്ങളുമൊക്കെ ജയരാജേട്ടൻ നടത്തുന്നതുകൊണ്ട് ഒറ്റവാക്കിൽ പ്രിയപ്പെട്ട രവിയേട്ടൻ, മലയാളത്തിന് സിനിമാ ലോകത്ത് അസാമാന്യമായിട്ടുള്ള ചങ്കൂറ്റത്തിൻ്റെ കൂടി പ്രതീക്ഷയായി, പ്രതികരണമായി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട പ്രിയനന്ദൻ, ഏറ്റവും സ്നേഹനിർഭരനായിട്ടുള്ള ദാസുമാഷ്, പ്രിയപ്പെട്ട ജയരാജ് വാര്യർ, ജോയ് പ്ലാച്ചേരി, കൃഷ്ണകുമാർ, നമ്മുടെ വേദിയിൽ സമ്പന്നമായിട്ടുള്ളൊരു നേതൃത്വ നിരയുണ്ട്. ഉണ്ണി സത്താറുണ്ട്, സേവിയറുണ്ട്, അനിലുണ്ട്, മണികണ്ഠനുണ്ട്, P ഗീത ടീച്ചറുണ്ട്, പിന്നെ ഞങ്ങളുടെ എല്ലാം സഹപാഠിയും സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ശ്രീജ ടീച്ചറുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഗംഭീരമായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള ചാക്കോടി അന്തിക്കാടുണ്ട്. ഏറ്റവും സ്നേഹനിർഭരായിട്ടുള്ള, ഇവിടെ രവിയേട്ടനെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രിയപ്പെട്ട ജയരാജ് വാര്യരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആമുഖങ്ങളില്ലാതെ തന്നെ ജയരാജേട്ടൻ ഏതാണ്ട് 10-30 വർഷക്കാലം മുമ്പ് ഒരു ചെറിയ തോർത്തും പിടിച്ച് നമുക്കിടയിൽ 40 വർഷക്കാലത്തെ കാരിക്കേച്ചർ എന്ന ഒരു പുതിയ നിർമ്മാണം തന്നെ, അല്ലെങ്കിൽ ഒരു പുതിയ കലാരൂപം തന്നെ മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ജയരാജേട്ടൻ അത് വളരെ വിശദമായി നിങ്ങളോട് സൂചിപ്പിക്കും. ഏറ്റവും സ്നേഹനിർഭരായിട്ടുള്ള ഉഷാകുമാരി ടീച്ചറും MC തൈക്കാടും ഒക്കെ ഉൾപ്പെടെ പേര് പറഞ്ഞാൽ തീരാത്ത വിധം സമ്പന്നമായിട്ടുള്ള വേദിക്കും സദസ്സിനും നമസ്കാരം. സത്യത്തിൽ ഇന്നിങ്ങനെ ഭരത് PJ ആൻ്റണി അവാർഡ് ദാനത്തിൻ്റെ ഒരു ചടങ്ങ് ഏറ്റതിന് ശേഷം വളരെ അടിയന്തിരമായി നാളെ
ബോംബെയിൽ പങ്കെടുക്കേണ്ട ഔപചാരികമായിട്ടുള്ളൊരു ചടങ്ങ് എത്തിപ്പെടുകയല്ല, നിർബന്ധപൂർവ്വം പോവാൻ നിശ്ചയിക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ മുമ്പിൽ 2 പ്രശ്നങ്ങളായിരുന്നു. ഒന്ന് ചാക്കോ മാഷോട് കൊടുത്തിട്ടുള്ള വാക്ക്, പിന്നൊന്ന് PG രവിക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയ സന്തോഷം. PJയുടെ പേരിൽ അവാർഡാണ് എന്നുള്ളതിൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം. മറ്റു വഴിയൊന്നുമില്ല, 9 മണിക്കുള്ള സ്പേസ് ജെറ്റിലേക്ക് മാറ്റലല്ലാതെ. അപ്പോൾ ഞാനത് മാറ്റിയതുകൊണ്ട് ഞാൻ ജയരാജേട്ടൻ്റെ അവതരണം പൂർണ്ണമായിട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാനത് വല്ലാത്തൊരു ആരാധകനായിട്ട് കേട്ടിരിക്കുന്ന ആളാണ്. സത്യത്തിൽ ഒരു സിനിമ കണ്ട അനുഭവത്തോടെ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലം അഭിനയരംഗത്ത്, പ്രത്യേകിച്ച് നാടകത്തിലും സിനിമയിലും രവിയേട്ടൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഉൾപ്പെടെ സ്ക്രീനില്ലാത്ത വിധം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു മന്ദമാരുതനല്ല, ഒരു മഹാമാരിക്ക് കാത്തു നിൽക്കാതെ ഞാൻ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ആ യാത്ര ടിക്കറ്റ് എടുത്തു വെച്ചതുകൊണ്ട് ഇനി നടക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ചലച്ചിത്ര സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഭരത് PJ ആൻ്റണിയുടെ സ്മരണയ്ക്കായി തൃശ്ശൂർ പാർട്ട് 16ാമത്തെ വർഷമാണ് ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് നമുക്കറിയാം. ONV ഫിലിംസും ബിന്നിമട്ടി ഫൗണ്ടേഷനും ഈ മഹത്തായ കർത്തവ്യത്തിനോട് ഒപ്പമുണ്ട് എന്നതും വളരെ സന്തോഷം പകരുന്ന കാര്യങ്ങളിലൊന്നാണ്. വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയ പരിസരങ്ങളിൽ ഇന്ന് വളരെ പ്രസക്തവും ചിന്തോദീപ്തവുമായിട്ടുള്ള ഒരുപാട് സിനിമാ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിൻ്റെ ആദ്യത്തെ ഭരത് അവാർഡ് നേടിത്തന്ന PJ ആൻ്റണിയെ മാറി വരുന്ന തലമുറകൾക്ക് പോലും മറക്കാനാകാത്ത നമ്മുടെ മനസ്സിലെ ഒരു മഹാദീപമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി കേരളമാകെ വിവിധങ്ങളായ പരിപാടികളാൽ നമ്മൾ ആഘോഷിച്ചു. 1925 ജനുവരി 1 PJ ആൻ്റണി ജനിക്കുന്നത്. 1979 മാർച്ച് 14 അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുകയും ചെയ്തു. 1973 രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലിന് അർഹമായിട്ടുള്ള നിറമാല്യം എന്ന MTയുടെ സിനിമയിലൂടെയാണ് PJ ആൻ്റണി ഇന്ത്യൻ സിനിമയുടെ ഉന്നത ശേഷിയിലേക്ക് എത്തിച്ചേരുന്നത്. നിറമാല്യത്തിലെ PJ ആൻ്റണിയുടെ കഥാപാത്രത്തെ ലോകമുള്ളിടത്തോളം കാലം അതിൻ്റെ ചർച്ചകൾക്ക് വിധേയമായി നാം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. മനസ്സിൽ മനുഷ്യത്വത്തിൻ്റെ നൈർമല്യമുള്ള ഒരു കലാകാരനായിരുന്നു PJ ആൻ്റണി. എന്നാൽ ആർക്കു മുന്നിലും തലകുനിക്കില്ല എന്ന ദൃഢമായ പ്രതിജ്ഞയോടെ നെഞ്ചുയർത്തി പറയേണ്ടത് ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം തന്നെയായിരുന്നു PJ ആൻ്റണി എന്ന അഭിനയത്തിൻ്റെ മികവുള്ള മനുഷ്യനായിട്ടുള്ള ഒരു വ്യക്തി. മലയാള നാടകവേദിയിൽ PJ ആൻ്റണിക്കും അദ്ദേഹത്തിൻ്റെ PJ തിയേറ്റേഴ്സിനുമുണ്ടായ സ്വീകാര്യത ചെറുതായിരുന്നില്ല. കുട്ടിക്കാലം മുതലേ കമ്മ്യൂണിസ്റ്റായിരുന്നു PJ ആൻ്റണി. എന്നാൽ ഒരു സംവിധാനത്തിനോടോ സ്ഥാപനത്തിനോടോ പൂർണ്ണമായും സമരസപ്പെടുവാൻ താല്പര്യം കാണിക്കാത്ത ഒരു പ്രതിഭയായിട്ടുള്ള വിപ്ലവകാരി തന്നെയായിരുന്നു PJ ആൻ്റണി എന്ന് പറയാൻ ഒരു മടിയും നമുക്കാർക്കും ഉണ്ടാകേണ്ടതില്ല. മിലിറ്ററി സർവീസിൽ ചേർന്ന PJ ആൻ്റണി അടക്കമാണ് 2ാം ലോക മഹായുദ്ധത്തിലുണ്ടായ ബോംബെയിലെ നാവിക കലാപത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ടത്. അവിടെ നിന്ന് തിരിച്ചെത്തിയ ശേഷമാണ് കൊച്ചിയിൽ കലാപ്രേമി എന്ന നാടക ട്രൂപ്പ് PJ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രധാരണയാണ്. തെറ്റിദ്ധാരണയും ചക്രവാളവും പുതുശത്രുക്കളും ഇൻഗുലാബിൻ്റെ മക്കളും തുടങ്ങി PJയുടെ നാടകങ്ങൾ കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ ഉജ്ജ്വലമായിരുന്നു. ഇൻഗുലാബിൻ്റെ മക്കൾ എന്ന നാടകം തിരുകൊച്ചിയിലും മദ്രാസിലും ഭരണകൂടങ്ങൾ നിരോധിച്ചിട്ടും 100 കണക്കിന് വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഇരമ്പുന്ന ഒരു കനൽ ഓർമ്മയായി നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഇതോടെയാണ് PJ ആൻ്റണി എന്ന മഹാനായിട്ടുള്ള കലാകാരൻ ഒരു ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകനായി ലോകത്തിൻ്റെ തന്നെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും ഗാനരചയിതാവായും നോവലിസ്റ്റായും PJ ആൻ്റണി മലയാളത്തിൽ പിന്നിട്ട പാതകളിൽ ചരിത്ര സ്മരണകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളായി മാറി. മഹാനായ MT വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചതാണ് നിറമാല്യം എന്ന സിനിമ. ഇന്നാണ് നിറമാല്യം പുറത്തിറങ്ങിയതെങ്കിൽ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് തന്നെ സിനിമയുടെ അതിലെ കഥയുടെയും കഥാപാത്രങ്ങളുടെയും പ്രത്യേകത കൊണ്ട് തന്നെയാണ്. PJ ആൻ്റണി എന്ന ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ വെളിച്ചപ്പാടായി അവതരിപ്പിച്ച് ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒന്നുമില്ലായ്മയുടെയും വഴികളിലേക്ക് വിരൽ ചൂണ്ടി തൻ്റെ നെറ്റിമുറിച്ച ചോര വിഗ്രഹത്തിന് നേരെ തുപ്പുന്ന ഒരു ചിത്രം
ഇന്നായിരുന്നു പുറത്തു വന്നതെങ്കിൽ എത്ര സമയങ്ങളിൽ അബ്രവാളികൾ കത്തിപ്പോയേനെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലത്ത് PJ ആൻ്റണി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം എപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരന്തരീക്ഷമുണ്ട്. സിനിമയായാലും രാഷ്ട്രീയമായാലും നാടകമായാലും തങ്ങൾക്കിഷ്ടമില്ലാത്ത ഉള്ളടക്കമായാൽ ഇടപെടൽ വഴിക്ക് വരുന്നു എന്ന് ഏത് വഴിക്ക് വരുന്നു എന്ന് പറയാനാകാത്ത ഒരന്തരീക്ഷം. തിരുവനന്തപുരത്ത് നടന്ന IFFKയിൽ പ്രദർശിപ്പിക്കേണ്ട സിനിമകളിൽ വരെ ഈ ഇടപെടൽ നമ്മൾ കണ്ടു. കഥയുമായി പേരിന് പുലബദ്ധം പോലുമില്ലാത്ത ബീഫ് എന്ന സിനിമയടക്കം അനുമതി നിഷേധിക്കപ്പെട്ട അന്തരീക്ഷം നമ്മുടെ മുമ്പിൽ ഭീതി ഉയർത്തുകയല്ല, പുതിയ ചിന്തകളിലേക്കും പ്രതിരോധത്തിലേക്കും ഉയർന്നു വരാനുള്ള വഴിയൊരുക്കലാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. സർവ്വമേഖലയിലും വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രദർശിപ്പിക്കപ്പെടാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആഘോഷങ്ങളിൽ പോലും മതവും ജാതിയും തലപൊക്കാൻ തുടങ്ങുന്ന അപകടകരമായിട്ടുള്ള ഒരു രംഗത്ത് PJ ആൻ്റണിയുടെ നാമധേയത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ അവാർഡ് ദാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ചടങ്ങ് കേരളത്തിൽ ഉയർന്നു വരേണ്ട മഹത്തരമായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രതിഷേധത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെ സമുന്നതമായ ഓർമ്മകളിൽ നിന്നുകൊണ്ട് നാം ഉയർത്തിക്കൊണ്ടുവരേണ്ട സമുജ്വലമായിട്ടുള്ള ഒരു നിലപാടിൻ്റെയും പ്രതീകമാകണം എന്ന് തന്നെ സവിനയം ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വന്നു കയറിയപ്പോൾ ജയരാജ് വാര്യരോട് പറഞ്ഞു, ഞാനേതാണ്ട് ഈ സാഹിത്യ അക്കാദമി ഹാളിൽ TG രവിക്ക് ആദരം കൊടുക്കാൻ തന്നെ പരിപാടി ഇട്ട് നിൽക്കേണ്ട ഒരാളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 50 വർഷക്കാലം ഞങ്ങളെല്ലാവരും കൂടി, ഞാൻ ചെയർമാനും പ്രിയപ്പെട്ട ജയരാജ് വാര്യർ കോർഡിനേറ്ററുമൊക്കെയായി അതിഗംഭീരമായി 2 ദിവസത്തെ രാപ്പകലായി നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് പേർ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ തന്നെ സംഘാടകരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വേദി നിറഞ്ഞാടിയത് ഞങ്ങൾ സന്തോഷത്തോടെ കണ്ടതാണ്. രാത്രി 12 മണിക്കും പിരിയാൻ പറ്റാത്ത വിധം സദസ്സിലും വേദിയിലും ഒത്തുചേർന്ന ആളുകൾ, പ്രിയേട്ടൻ ഉൾപ്പെടെ രവിയേട്ടനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളമായിട്ടുള്ള ആളുകൾ ഒത്തുചേർന്ന ഒരു അഭിനയ മുഹൂർത്തം. യഥാർത്ഥത്തിൽ 50 വർഷക്കാലം എന്നൊക്കെ കണക്ക് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു രവിയേട്ടൻ അതിനേക്കാൾ കൂടുതൽ കാലം നാടകങ്ങളായിട്ടും റേഡിയോ നാടകങ്ങളായിട്ടും ഒക്കെ അഭിനയിച്ചും പറഞ്ഞും തീർത്ത ഒരു കാലമുണ്ട്. സ്വാഭാവികമായിട്ടും AIRൽ ആരംഭിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ടൊരു ജീവിതകാലം ഇവിടെ വിശദീകരിക്കും. 1969 ഞാനൊക്കെ ജനിക്കുന്നതിന് 5 വർഷക്കാലം മുമ്പ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദം നേടി ഏറ്റവും ഉയർന്ന ജോലിയിലേക്കുള്ള യാത്രയിൽ അടയാളപ്പെടുത്തേണ്ട ഒരു കാലമായിരുന്നു. 69 എന്നൊക്കെ പറഞ്ഞാൽ SSLC പാസ്സാവുന്നത് പോലും അത്ഭുതകരമായിട്ടുള്ള ഒരു ആദരവായി കാണുന്ന കാലത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദം നേടി സിനിമയുടെയും സംസ്കാരത്തിൻ്റെയും ലോകത്തിലേക്ക് നടന്നു വരാൻ പ്രതിബദ്ധത കാണിച്ചൊരു കലാകാരനെയാണ് ഭരത് PJ ആൻ്റണിയുടെ നാമധേയത്തിലുള്ള മഹത്തായ അവാർഡ് ദാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് സംഘാടക സമിതി അല്ലെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റി എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. AIRൽ തിക്കൊടിയനുമായിട്ട് ആരംഭിച്ച ബന്ധം നേരത്തെ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനി ജയരാജേട്ടൻ അവതരിപ്പിക്കാൻ പോകുന്ന അവതരണത്തിനകത്ത് അരവിന്ദനിലൂടെ കടന്നു വന്ന ഉത്തരായനത്തിലെ സിനിമ മുതൽ ഇങ്ങോട്ട് ആരംഭിക്കുന്ന തൻ്റെ യഥാർത്ഥത്തിലുള്ള വേഷം അദ്ദേഹം തിരിച്ചറിഞ്ഞത് ചാകരയിലായിരിക്കും. പ്രതിനായകനായി, വില്ലനായി, ഇപ്പോഴല്ലെങ്കിലും ഏതാണ്ട് ദീർഘമായൊരു കാലം അടുക്കാൻ പോലും ആളുകൾ പേടിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതിനായകനായി മലയാളത്തിൻ്റെ അബ്രവാളികളിൽ നടത്തിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വില്ലൻ വേഷങ്ങൾക്ക് തുടക്കമിട്ടത് ജയൻ നായകനായിട്ടുള്ള ചാകര എന്ന സിനിമയായിരിക്കും എന്നാണ് എൻ്റെ ധാരണ. അതിനിടയിൽ പാദസരം പിന്നെ നിർമ്മിച്ചല്ലോ, അത് പിന്നെ കഥ വേറെ പറഞ്ഞു വരും. രവിയേട്ടൻ നല്ല ശ്രദ്ധേയനായിട്ടുള്ള ഫുട്ബോൾ താരമായിരുന്നു. രവിയേട്ടൻ മൂർഖനിക്കര എന്ന ഗ്രാമത്തിൽ ജനിച്ച ആ മേഖലയിലെ മുഴുവൻ ആക്കാലത്തെ ആളുകളുടെയും ആരാധ്യനും ആദരണീയനുമായിട്ടുള്ള ഒരാളായിരുന്നു. മലയാളത്തിന് ഭാഷാപ്രയോഗത്തെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഷയെ പ്രാദേശിക ഭാഷകളെ സമാനതകളില്ലാത്ത വിധത്തിൽ സമന്വയിപ്പിക്കാനുള്ള വേണമെങ്കിൽ ഒരു തുടക്കം കുറിച്ചത് പറങ്കിമലയിലെ കുഞ്ഞിപ്പാലു എന്ന കഥാപാത്രത്തിലൂടെ അടിച്ചങ്ങ് വിട്ട് മലയാളത്തിൻ്റെ പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഷയുടെ ഏത് സംസാര ശൈലിയും പ്രയോഗിക്കാൻ സംവിധായകനും നിർമ്മാതാവും സമ്പൂർണ്ണമായ അധികാരം കൊടുത്ത പറങ്കിമലയിലായിരിക്കും എന്ന് നമുക്കറിയാം. ഈ വരുന്ന കഥകളൊക്കെ ജയരാജേട്ടൻ ഇവിടെ വിശദീകരിക്കപ്പെടും. സത്യം പറഞ്ഞാൽ TG രവിയിൽ ഞാൻ കാണുന്ന സ്നേഹം അദ്ദേഹം ഒരു സിനിമ നടൻ എന്ന നിലയിൽ 5.5 പതിറ്റാണ്ടിലേറെക്കാലം മലയാളിക്ക് നൽകിയ സംഭാവനകൾ മാത്രമല്ല. യഥാർത്ഥത്തിൽ TG രവി
ടി.ജി. രവി ആരാണ്? പല വിധത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, വ്യവസായ സ്ഥാപനങ്ങൾ വിജയിപ്പിച്ചതും പൊളിച്ചതുമായിട്ടുള്ള ആളാണ്. പിന്നെ യാത്രകൾ ധാരാളമായി നടത്തി കേരളത്തിൽ മാത്രമല്ല ബോട്ട്സാനയിലടക്കം അതിൻ്റെ ബിസിനസ് രംഗത്ത് വളർത്തിയ ആളാണ്. അദ്ദേഹം സംവിധാനവും നിർമ്മാണവും ഒക്കെ നിർവഹിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഫുട്ബോൾ ക്യാപ്റ്റനാണ്. പലതരത്തിലുള്ള കായിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ ബയോഡാറ്റയ്ക്കകത്ത് ടി.ജി. രവി എന്ന മനുഷ്യനെ വ്യക്തിപരമായി ഞാൻ കാണുന്നതിൽ ഏറ്റവും ഇഷ്ടം അദ്ദേഹം മലയാളിക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നല്ല മനുഷ്യനാണ് എന്ന കണ്ടെത്തലാണ്. ടി.ജി. രവിയിലെ മനുഷ്യനെ എത്രയോ തവണ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, രവിയേട്ടന് വേണ്ടി ഇനി എത്ര ഇ.ഡി. വന്ന് പരിശോധിച്ചാലും ഒരു ജയിലിൻ്റെ മുമ്പിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ലാത്ത വിധത്തിൽ ടി.ജി. രവിയിലെ മനുഷ്യനെ, അത് ടി.ജി. രവിക്ക് മാത്രമല്ല ടി.ജി. രവിയുടെ കുടുംബത്തിനാകെ ലഭ്യമായിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു നേട്ടമാണ്. അതവരുടെ ടി.ജി. രവി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പ്രയാസപ്പെടുത്താൻ പറയുകയല്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാലത്ത് വളരെ പ്രയാസകരമായ തരത്തിൽ വിട്ടുപോയി. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് ആവശ്യമായി വരുന്നൊരു ഘട്ടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു, ഭാര്യയുടെ കുടുംബത്തിലുണ്ടായിരുന്നു. മദ്രാസിലെ ഒരു ഓർഗൻ ബാങ്കിൽ തൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ രവിയേട്ടൻ്റെ കുടുംബവും തയ്യാറായപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞാനിപ്പോഴും മറക്കാതെ നനവുള്ളൊരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ കരുതുന്നുണ്ട്. ഒരു ഓർഗൻ ബാങ്കിൽ പേര് രജിസ്റ്റർ ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്ന അവയവം ഉപയോഗിച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ മറ്റേതെങ്കിലും വിധത്തിൽ പ്രയാസമുള്ള ഒരാളായിരുന്നില്ല അവർ. പക്ഷെ അവർ നിർബന്ധിച്ചു പറഞ്ഞു, എൻ്റെ പേരൊരു കാരണവശാലും ഓർഗൻ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യരുത്. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ ആ ഓർഗൻ തരാൻ വേണ്ടി ഒരാൾ മരിക്കണമെന്ന് എപ്പോഴെങ്കിലും ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. അതുകൊണ്ട് ഓർഗൻ ബാങ്കിൽ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യരുത് എന്ന് നിർബന്ധം പിടിച്ച ഒരു കുടുംബ പശ്ചാത്തലവും വ്യക്തിപരമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ പേരിൽ അറിയുന്ന ഒരാളാണ് ഞാൻ. ഒരു ജ്യേഷ്ഠ സുഹൃത്തിനെ പോലെ ഏറ്റവും പ്രിയപ്പെട്ട രവിയേട്ടനെ ഈ നാട് മുഴുവൻ സ്നേഹിക്കുന്നതിൻ്റെ എത്രയോ അടയാളങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഭരത് പി ജെ ആൻ്റണിയുടെ ഇത്തവണത്തെ അവാർഡ് ടി.ജി. രവിക്ക് നൽകുന്നതിലൂടെ അക്ഷരാർത്ഥത്തിൽ ആദരിക്കപ്പെടുന്നത് ടി.ജി. രവി മാത്രമല്ല, ടി.ജി. രവിയെ ഈ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട അവാർഡ് നിർണയ സമിതി കൂടിയാണ് എന്ന് സന്തോഷപൂർവ്വം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭാവുകങ്ങളും നടന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ചാക്കോടി അന്തിക്കാടിൻ്റെ നേതൃത്വത്തിൽ ഇതൊരു സംഘാടനം മാത്രമല്ല, ഇതൊരു ചങ്കൂറ്റം കൂടിയാണ്. തുടർച്ചയായി ഇങ്ങനെ ഇത്തരമൊരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് നൈർമേലിയ ചിലത് പറഞ്ഞു വയ്ക്കുക എന്ന വലിയ ഒരിടപെടൽ അവർക്ക് നടത്താനാകുന്നുണ്ട് എന്നതിൻ്റെ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും തുടർച്ചയായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് രവിയേട്ടനൊരു അവാർഡ് കൊടുത്തു, അതിന് 4 ദിവസം മുമ്പ് വീണ്ടും ഒരു അവാർഡ് കൊടുത്തു. ഇതിങ്ങനെ ഒരു അഭംഗുരം തുടരാൻ എനിക്കും പറ്റട്ടെ എന്ന് സ്വയം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി 11ാം ഭരത് പി ജെ അഭിനയ പ്രതിഭ അവാർഡ് ജേതാവും അഭിനേതാവുമായ പി ജെ രവിയെ ക്ഷണിക്കുന്നു. പാർട്ട് ONO ഫിലിംസ് തൃശ്ശൂർ ജനകീയ കലാ സാംസ്കാരിക ഏകോപന സമിതി 25ാം വാർഷികാഘോഷം 2025 ഭരത് പി ജെ ആൻ്റണി സ്മാരക നാടക സിനിമാഭിനയ പ്രതിഭ അവാർഡ് ടി.ജി. രവിക്ക് പ്രശസ്തി പത്രം. ടി.ജി. രവീന്ദ്രനാഥ് മലയാള നാടകവേദിയിലും സിനിമയിലും വില്ലനായും സ്വഭാവ നടനായും നായകനായും കഴിഞ്ഞ 70 വർഷക്കാലമായി സജീവ സാന്നിധ്യം തെളിയിച്ച അഭിനയ പ്രതിഭ. സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ നാടകാഭിനയ ചരിത്രത്തിന് 75 വയസ്സ്, സിനിമാഭിനയ ചരിത്രത്തിനാണെങ്കിൽ 50 വയസ്സ്. ബാലയ്ക്ക് നായരെ പോലെ ക്രൂരനായ വില്ലൻ വേഷം ചെയ്തെങ്കിലും അവസാന കാലത്ത് മികച്ച ക്യാരക്ടർ റോളുകളിൽ തിളങ്ങിയപ്പോൾ പ്രത്യേകതരം ശരീരഭാഷയും തൃശ്ശൂർ ഭാഷയുടെ ഒഴുക്കും ശക്തിയും കാരണം അദ്ദേഹത്തെ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി.
ജനഹൃദയങ്ങളിൽ പ്രിയപ്പെട്ട രവിയേട്ടൻ എന്ന വിളിക്ക് അർഹനാക്കി. തൃശ്ശൂർ സെയിൻറ്റ് തോമസ് കോളേജ്, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1969 പാസ്സായി. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നൃത്താവതരണത്തോടുകൂടി അഭിനയ രംഗത്തേക്കുള്ള അരങ്ങേറ്റം. പിന്നീട് സ്കൂൾ ടീച്ചർമാർ രചനയും സംവിധാനം നിർവഹിച്ച ചെറുതും വലുതുമായ നിരവധി നാടകങ്ങളിൽ പെൺവേഷവും ആൺവേഷവും ഗംഭീരമാക്കി കയ്യടി നേടി, അവാർഡുകൾ നേടി. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ മത്സരവേദികളിലും വാർഷിക വേദികളിലും സ്വന്തം രചനയിലും സംവിധാനത്തിലും അഭിനയത്തിലും കഴിവുകൾ തെളിയിച്ചു. തുടർന്ന് കേരളത്തിലെ അമേച്ചർ പ്രൊഫഷണൽ നാടകവേദികളിൽ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തു അഭിനയിച്ചു. മൊത്തം 50-ലധികം നാടകങ്ങൾ സംവിധാനവും അഭിനയവും നിർവഹിച്ചിട്ടുണ്ട്. കേരള സംഗീത അക്കാദമിയുടെ മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയ നാടകം സമുദായം. പ്രശസ്ത നാടകകൃത്തുക്കളിൽ CL ജോസ്, SL പുരസനന്ദൻ, TL ജോസ്, ജോസഫ് ചേറ്റുപുഴ, ഡോക്ടർ വിജയരാഘവൻ, പിന്നെ സ്വന്തം രചനകൾ എന്നിവയും ഉൾപ്പെടും. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഫുട്ബോൾ, ഹോക്കി ടീമുകളിൽ പ്രതിനിധിയായി പങ്കെടുത്തിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലെ ആർട്ടിസ്റ്റായിരുന്നു. തിക്കോടിയനുമായുള്ള ബന്ധം അഭിനയ ജീവിതത്തിൽ മറക്കാനാവാത്ത സ്വാധീനം ചെലുത്തി. അത് പിന്നീട് സിനിമയിലേക്കുള്ള വഴി തുറന്നു. സംവിധായകൻ അരവിന്ദൻ്റെ ഉത്തരായണം എന്ന സിനിമയിലൂടെ ഒരു നക്സലിസ്റ്റ് നേതാവിൻ്റെ വേഷം ശ്രദ്ധ പിടിച്ചു പറ്റി. തുടർന്ന് സിനിമാ നിർമ്മാതാവിൻ്റെ റോളെടുത്തു. പാദസരം, ചോര ചുവന്ന ചോര, ചാകര എന്നീ സിനിമകൾ നിർമ്മിച്ചു. തുടർന്ന് ഭരതൻ, IV ശശി, കമൽ, ശശികുമാർ, രഞ്ജിത്ത്, അമൽ നീരത്, ആഷിഖ് അബു, വിനീത് ശ്രീനിവാസൻ, MG ശശി, സിബി മലയിൽ, സത്യനന്ദിക്കാട്, PT കുഞ്ഞുമുഹമ്മദ്, ഡോക്ടർ ബിജു, അവസാനം ശ്രീജിത്ത് പൊയിൽക്കാവ്, വടു എന്ന സിനിമ എന്നിങ്ങനെ കേരളത്തിലെ പ്രശസ്തരായ 50ഓളം സംവിധായകരുടെ 300ഓളം ചലച്ചിത്രങ്ങളിൽ വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയത്തിൻ്റെ ഇടം സ്വന്തമാക്കി. TG രവി നല്ലൊരു വ്യവസായി കൂടിയാണ്. സൺടെക് ടയേഴ്സ് മാനേജിംഗ് ഡയറക്ടറായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. ഓൾ കേരള എഴുത്തച്ഛൻ സമാജം പ്രസിഡന്റാണ്. ഭാര്യ അന്തരിച്ച ഡോക്ടർ VK സുഭദ്ര, മക്കൾ രഞ്ജിത്ത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കൽക്കട്ട ആൻഡ് ലണ്ടൻ ബിസിനസ് സ്കൂൾ, ശ്രീജിത്ത് രവി സിനിമാ നടൻ, പിതാവ് TR ഗോവിന്ദൻ എഴുത്തച്ഛൻ, മാതാവ് കല്യാണിയമ്മ. അവാർഡുകൾ: 2007 കേരള സ്റ്റേറ്റ് ഫിലിം സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ചിത്രം മലയാളങ്ങൾ ഒറ്റക്കയ്യൻ, 2006 കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ടെലിവിഷൻ ബെസ്റ്റ് അവാർഡ് സീരിയൽ നിഴൽ രൂപം, 2013 ക്രിട്ടിക്സ് അവാർഡ് അസോസിയേഷൻ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം, 2005 സത്യൻ സ്മാരക വായനശാലയുടെ സത്യൻ സ്മാരക സ്മൃതി പുരസ്കാരം ചിറ്റിശ്ശേരി. നാടകരംഗത്തും ചലച്ചിത്ര രംഗത്തും തൻ്റെതായ ശൈലിയിൽ വളരെ ലൈവായി കഥാപാത്രങ്ങൾക്ക് കൈയടക്കം കാണിച്ച, ജനഹൃദയങ്ങളിൽ ഇന്നും എന്നും ജീവിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങൾക്കും ക്യാരക്ടർ റോളുകൾക്കും സ്വഭാവ നടന ചാരുതയ്ക്കും കാഴ്ചവെച്ച ഈ അഭിനയ പ്രതിഭയെ പാർട്ട് ONO ഫിലിംസ് ആൻഡ് ബിനി മട്ടി ഫൗണ്ടേഷൻ 11ാമത് ഭരത് PJ ആന്റണി സ്മാരക നാടക സിനിമ അഭിനയ അവാർഡ് നൽകി സവിനയം ആദരിക്കുന്നു. അഭിവാദങ്ങളോടെ പാർട്ട് ONO ഫിലിംസ്, ബിനി മട്ടി ഫൗണ്ടേഷൻ, അവാർഡ് കമ്മിറ്റി ഡോക്ടർ C രാവുണ്ണി, പ്രിയനന്ദനൻ, ജയരാജ് വാര്യർ, ജോയ് പ്ലാശ്ശേരി ആൻഡ് ചാക്കോടി എന്നിവർ. കേശ് അവാർഡ് സമർപ്പണം ബിനി മട്ടി ഫൗണ്ടേഷൻ ഭാരവാഹികളായി ബിന്നി മട്ടി ഫൗണ്ടേഷൻ സമാധാനം
എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി ടി ജി രവിയേട്ടനെ പരിചയപ്പെടുത്താനുള്ളതാണ്. ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം ടി ജി രവിയേട്ടനെ അറിയാത്ത ഒരു നാടക പ്രവർത്തകനോ ചലച്ചിത്ര പ്രവർത്തകരോ പൊതുജനങ്ങളോ ഇവിടെയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ആ പ്രശസ്തി പത്രം വായിച്ചത്. അതിനകത്ത് പറയാത്ത ഒരു കാര്യവും ഇനി കൂടുതലായി രവിയേട്ടനെ കുറിച്ച് പറയാനുമില്ല. പിന്നെ പരിചയപ്പെടുത്തലിൻ്റെ പകുതിയിലധികം കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജനും പറഞ്ഞു കഴിഞ്ഞു. എന്താണ് രവിയേട്ടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രവിയേട്ടൻ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. ഒരു ചെറിയ നാടക പ്രവർത്തകനായി 82-ൽ ഞാനൊക്കെ അഭിനയിച്ചു തുടങ്ങുന്ന കാലത്ത് തന്നെ രവിയേട്ടൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ രവിയേട്ടൻ്റെ 6ാമത്തെ വയസ്സിൽ, എനിക്ക് തോന്നുന്നു ഏകദേശം 1950 44-ലാണ് ജനിച്ചത്. ഇപ്പോൾ 18 വയസ്സായിട്ടുള്ളൂ. തിരിച്ചിട്ടാൽ മതി, 18 തിരിച്ചിട്ടാൽ രവിയേട്ടൻ്റെ വയസ്സായി. അപ്പോൾ 6 വയസ്സുള്ളപ്പോൾ ഹിന്ദി പാട്ട് പാടി പെൺകുട്ടിയായിട്ട് അഭിനയിച്ച് രംഗത്ത് വന്ന ആളാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിന് അതിൻ്റെ വജ്ര ജൂബിലി എന്ന് പറയേണ്ടത് 75 വർഷങ്ങൾ. ഇവിടെ ഏറ്റവും കാര്യമായി പറയേണ്ട അദ്ദേഹത്തിൻ്റെ സമുദായം എന്ന നാടകത്തിലെ കഥാപാത്രത്തെക്കുറിച്ച്. സാവധാൻ എന്ന നാടകത്തിലെ, ഈ നാടകങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നാടകം എന്ന കലയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, നാടകം അവതരിപ്പിച്ച് സമയത്ത് കണ്ടില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല. നാടകം ലൈവായിട്ട് സ്റ്റേജിൽ കാണുക എന്നൊരു അനുഭൂതി ഒരിക്കലും അത് വീഡിയോയിലെടുത്താലോ അത് ടി വിയിൽ വന്നാലോ ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും രവിയേട്ടൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ, നാടക നടൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങളും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വളരെ സങ്കടത്തോടെ ഓർക്കുകയാണ്. എന്നാൽ ചലച്ചിത്രങ്ങൾ അങ്ങനെയല്ല. നമ്മൾ വിരലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലെടുത്തൊന്ന് ഊതിക്കഴിഞ്ഞാൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നമുക്ക് കാണാൻ സാധിക്കും. രവിയേട്ടൻ്റെ ഉത്തരായനം എന്ന സിനിമ, അതിൽ അദ്ദേഹം അഭിനയിക്കുന്ന കഥാപാത്രം ഒരു നക്സലൈറ്റ്, നേരത്തെ ഞാൻ വായിച്ചല്ലോ, അതിമനോഹരമായ ഒരു പാത്രാവിഷ്കാരം കൊണ്ട് അന്ന് തന്നെ രവിയേട്ടൻ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ടി ജി രവി എന്ന നടൻ സിനിമയിലേക്ക് എൻട്രി ചെയ്തു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ സിനിമാ നടനായ നിലയ്ക്ക് പിന്നീട് ചോദ്യങ്ങളായി പല ആളുകളെ, എന്തുകൊണ്ട് അടുത്ത സിനിമ ഏതാണ്? അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു വാശിയായി മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഫോണും ഇരിക്കുന്നത്. അദ്ദേഹം അതിനെ ഒരു വാശിയായി എടുക്കുകയും എന്നാൽ പിന്നെ ഇനി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കാര്യം, ജീവിതത്തിലെ എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം കൊണ്ടും അതിനൊരു വാശിയോടെ എടുത്തിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം സിനിമ നിർമ്മിക്കുകയാണ്. ചലച്ചിത്രം നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം സിനിമയിൽ ഉറച്ചു നിൽക്കാനുള്ള മറ്റൊരു വഴി തുറക്കുകയാണ്. അങ്ങനെയാണ് പാദസരം എന്ന സിനിമ ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ചോര ചുവന്ന ചോര എന്ന സിനിമ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ 2 സിനിമകളും സാമ്പത്തികമായി വിജയിച്ചില്ല എന്ന അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം ഒരു കമേഴ്ഷ്യൽ ചേരുവകളെല്ലാം ചേർത്തുകൊണ്ട് PG വിശ്വംഭരനെ കൊണ്ട് ചാകര എന്നൊരു സിനിമ നിർമ്മിക്കുന്നത്. ആ സിനിമയിലെ കാസ്റ്റിങ്ങിൽ നിർമ്മാതാവായ ടി ജി രവി ഉണ്ടായിരുന്നില്ല. അതിൽ ജയൻ, അന്നത്തെ സൂപ്പർ സ്റ്റാറായിട്ടുള്ള ജയൻ, മറ്റൊരു സൂപ്പർ സ്റ്റാറായിട്ടുള്ള സുകുമാരൻ, അവരൊക്കെയാണ്. പക്ഷേ രവിയേട്ടന് വേഷമില്ല. അപ്പോഴാണ് സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും പറയുന്നത് ഇനിയുള്ള വില്ലൻ വേഷമാണ്. ആ വില്ലൻ വേഷത്തിലേക്ക് അദ്ദേഹം അങ്ങ് പ്രവേശിക്കുകയായിരുന്നു. ഇന്നും എപ്പോഴും നടൻ ജയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു വാചകമാണ്, നീയാണ് അവിടെ അലപലാതി ഷാജി. ആ അലപലാതി ഷാജി രവിയേട്ടനാണ്. സിനിമയുടെ നിർമ്മാതാവായ രവിയേട്ടൻ തന്നെ അലവലാതി ഷാജി എന്ന വാക്ക് ജയൻ്റെ നാവിൽ നിന്നും കേട്ടിട്ട് പിന്നീട് അങ്ങോട്ട് വില്ലൻ വേഷങ്ങളിലേക്കാണ്. പിന്നെ അതൊരു പോക്ക്, വല്ലാത്തൊരു പോക്കാണ്. ഇടിമുഴക്കം, എന്താ ചേട്ടാ, എത്രയോ വില്ലൻ വേഷങ്ങൾ. രവിയേട്ടനെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾ ഭയപ്പെട്ട് ഓടിമറയുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ രവിയേട്ടനൊരു കൊച്ചിൻ ദേവസ്വം സിനിമ ഞാൻ കട്ട് ചെയ്തു, എഡിറ്റ് ചെയ്യാണ് കേട്ടോ, സ്പോട്ട് എഡിറ്റിംഗ് ആണ്, എഡിറ്റേഴ്സൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ക്ഷേത്രത്തിന് അടുത്തൊരു പാടമുണ്ട്. പാടം കടന്നാൽ ഒരു വരമ്പ് കടന്നാൽ ക്ഷേത്രത്തിലേക്ക് എത്താം. കാറിൽ പോവുകയാണെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോകണം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറി ചോദിച്ചു, സാർ ഇവിടെ നിന്നാണെങ്കിൽ ഇത്തിരി നടന്നാൽ മതി, മറ്റാണെങ്കിൽ 2 മണിക്കൂർ കുറച്ച് സമയം പോവും. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു നടക്കാം.
മൂർക്കനിക്കര എന്ന കാർഷിക ഗ്രാമത്തിൽ ജനിച്ച് അവിടെ വ്യവസായ വിപ്ലവം ഉണ്ടാക്കിയ ടി ജി രവിയേട്ടന് നടക്കുക എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ലല്ലോ. ടി ജി രവിയേട്ടനെ നടക്കുമ്പോഴാണ് തലയിൽ ഒരു കറ്റയുമായിട്ട് വരുന്ന സ്ത്രീ രവിയേട്ടനെ കണ്ട ഉടനെ അയ്യോ എന്ന് പറഞ്ഞ് അത് ഇട്ടിട്ട് ഓടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആ വില്ലൻ വേഷങ്ങളുടെ പ്രത്യേകത. അങ്ങനെ കുറേ കഥകളുണ്ട് കേട്ടോ. തയ്യൽ മെഷീൻ കൊടുക്കാൻ പോയി ഒരു സ്ഥലത്ത്. തയ്യൽ മെഷീൻ കൊടുക്കാൻ പോയപ്പോൾ ഒറ്റ സ്ത്രീകളും വാങ്ങിക്കുന്നില്ല. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, പൂജാരി പ്രസാദം ഇട്ട് തരുന്ന പോലെ നിങ്ങൾക്കത് ഇട്ട് തരാം എന്ന് പറഞ്ഞ് അത് അങ്ങനെ 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 ഒരുപാട് കഥകളുണ്ട്. ലിഫ്റ്റിൽ വെച്ച് രവിയേട്ടൻ്റെ കൂടെ കയറാൻ മടി കാണിച്ച സ്ത്രീകളുണ്ട്. ലിഫ്റ്റിൽ കയറിക്കോളൂന്ന് രവിയേട്ടൻ പറഞ്ഞപ്പോൾ വേണ്ട, കാരണം രവിയേട്ടൻ്റെ എന്നിട്ട് എന്ത് ചെയ്തു, രവിയേട്ടൻ ആ ലിഫ്റ്റിൽ കയറി 10ാം നിലയിൽ എത്തുന്നതിന് മുമ്പ് അവരവിടെ എത്തിയിട്ട് ആ ലിഫ്റ്റിന് മുമ്പിൽ നിന്നിട്ട് അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോഴും അതെ, ടി ജി രവിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറയും. അതെന്താ കാരണം വെച്ചാൽ അഭിനയിച്ച് ഫലിപ്പിച്ചതിൻ്റെയാണ്. അതായത് ഒരു കഥാപാത്രത്തെ അതിമനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു നടൻ കഥാപാത്രത്തോട് 100% നീതി പുലർത്തുന്നതുകൊണ്ടാണ് ആ കഥാപാത്രം അയാളാണോ എന്ന് തോന്നിപ്പിക്കുന്നത്. മാത്രമല്ല ടി ജി രവിയേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം, അത് രാജൻ പറഞ്ഞ പോയിൻ്റാണ്, അതായത് അദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള വില്ലനെ ഇല്ലാതാക്കുകയാണ്. അതിനൊരു തരം വിമലീകരണം, അതല്ലെങ്കിൽ കഥാർസിസ് എന്ന് പറയാം. നമ്മുടെ ഉള്ളിലുള്ള വില്ലത്തരങ്ങളും ഈ ഒരു വില്ലനെ കണ്ടാൽ ഇല്ലാതാവും. അപ്പോൾ രവിയേട്ടൻ്റെ ഇപ്പോഴത്തെ അഭിനയ ജീവിതത്തിൻ്റെ കുറേ കാലമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം വീണ്ടും സിനിമയിൽ സജീവമായപ്പോൾ ഇപ്പോൾ അദ്ദേഹം അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ മിക്കവാറും പാവപ്പെട്ട പെൺകുട്ടികളുടെ അച്ഛനായിട്ടാണ്. കല്യാണപ്രായം എത്തിയിട്ട് കല്യാണം കഴിയാതെ നിൽക്കുന്നവർ, പെങ്ങന്മാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള വേഷങ്ങൾ കെട്ടിയാടുന്ന സമയത്ത് ഒരു പത്രക്കാരൻ രവിയേട്ടനെ ചോദിച്ചു, അല്ല രവിയേട്ട ഇപ്പം എല്ലാം പാവപ്പെട്ട പെൺകുട്ടികളുടെ അച്ഛനായിട്ടാണല്ലോ? അതേ. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു, അതേ, പണ്ട് കുറേ നായികമാരെ പീഡിപ്പിച്ചതിൻ്റെ ഒരു പ്രായശ്ചിത്തം ഈ രീതിയിലായിക്കോട്ടെ എന്ന് സിനിമ രംഗത്തുള്ളവർ വിചാരിക്കുന്നുണ്ടാവും എന്നാണ് രവിയേട്ടൻ വളരെ നർമ്മത്തോടു കൂടി ആ ഒരു ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്ര ആവിഷ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും രവിയേട്ടൻ എന്ന് പറയുമ്പോൾ പരിചയപ്പെടുത്തലുകൾ നീണ്ടുപോകുന്നില്ല. എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് വേഷങ്ങളുണ്ട്. അത് 1921 എന്ന സിനിമയിലെ വാഗൻ ട്രാജഡിയെ ആധാരമാക്കിയുണ്ടായ സിനിമയിലെ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന കഥാപാത്രം, വാരിയംകുന്നൻ. അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനാണ് നായകനെങ്കിലും കയ്യടി മുഴുവൻ രവിയേട്ടനാണ്. പിന്നെ അതുപോലെ തന്നെ ഭരതേട്ടൻ്റെ അതിഗംഭീരമായ ഭരത് ഗോപിയാശാനൊക്കെ അഭിനയിച്ച സിനിമയായിട്ടുള്ള സന്ധ്യമയങ്ങും നേരം എന്ന സിനിമയിലെ ഗോപിയേട്ടൻ ജയഭാരതി ചേച്ചിയുടെ ചേട്ടനായിട്ട് അഭിനയിച്ച വേഷം, സതയം എന്ന ചിത്രത്തിലെ തടവുകാരൻ്റെ വേഷം, അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും എനിക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജോഷിയുടെ ധ്രുവം എന്ന ചിത്രത്തിലെ ആരാച്ചാരുടെ വേഷം, അതുപോലെ നമ്പർ 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലെ വേഷം. പിന്നെ എനിക്ക് രവിയേട്ടന്, ഞാനും രവിയേട്ടന് 5 സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാഞ്ചിയേട്ടനിലെ ഉതുപ്പേട്ടൻ്റെ വേഷം. അങ്ങനെ പറയുകയാണെങ്കിൽ രവിയേട്ടൻ്റെ കഥാപാത്രങ്ങളെ പറ്റി പറയാൻ ഈ സമയം പോരാ. അതിനും ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ അത് മകൻ പാടുകയും ചെയ്തല്ലോ. അതെ. അപ്പോൾ 1974 മുതൽ 2025 ആസാദി, അത് കഴിഞ്ഞിട്ട് വല്ലതും റിലീസ് ചെയ്തോ? ആസാദിക്ക് ശേഷം ഇല്ല. ഇപ്പോഴും 3-4 സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചാലൊക്കെ ലൊക്കേഷനിലാണെന്ന് പറയുന്നത്. രവിയേട്ടൻ എന്ന് പറഞ്ഞാൽ നാടകരംഗത്ത് നിന്നും സിനിമയിൽ വന്നുകൊണ്ട് തന്നെ രവിയേട്ടൻ ഒരു വലിയ നാടകാചാര്യൻ്റെ പേരിൽ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമുണ്ട്. രവിയേട്ടൻ്റെ പാദസരം എന്ന സിനിമയിൽ PJ ആൻ്റണി സാറും കൊട്ടാരക്കര സാറും അഭിനയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും നാടകത്തിൽ നിന്ന് വന്നവരാണ്. ആദ്യകാലത്ത് എല്ലാ മികച്ച നടന്മാരും നാടകത്തിൽ നിന്ന് വന്നവരാണ്. സത്യൻ സാറ്, കൊട്ടാരക്കര സാർ, PJ ആൻ്റണി സാറ്, അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരുടെ ഭരത് ഗോപിയാശാനും നെടുമുടി വേണിച്ചേട്ടനും തിലകൻ ചേട്ടനും ഇവരൊക്കെ നാടകത്തിൽ നിന്ന് വന്നവരാണ്. പക്ഷേ രവിയേട്ടൻ്റെ അവരെ പോലെ തന്നെ രവിയേട്ടനും പ്രത്യേകതയുണ്ട്. നാടകാഭിനയത്തിൻ്റെ അതിഭാവുകത്വമോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭിനയ സങ്കേതമോ അല്ലാതെ ഏതൊക്കെ രീതിയിൽ സിനിമാറ്റിക്കായിട്ട് അഭിനയിക്കാമെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത നടന്മാരിൽ ഒരാളാണ് രവിയേട്ടൻ. നാടകത്തിലൊരു വലിയ സദസ്സിൻ്റെ പുറകിലിരിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് അഭിനയിക്കുമെങ്കിൽ സിനിമയിൽ ലെൻസും ഫ്രെയിമും മനസ്സിലാക്കിക്കൊണ്ടുള്ള സാങ്കേതികമായ അഭിനയത്തിൻ്റെ വഴികളെ കൃത്യമായി മനസ്സിലാക്കി അഭിനയിച്ചിട്ടാണ് രവിയേട്ടൻ്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ ഓർമ്മകളിൽ ജീവിക്കുന്നത്. രവിയേട്ടനെ പറ്റി അദ്ദേഹം നിർമ്മിച്ച സിനിമയിൽ അഭിനയിച്ച സിനിമയിലൊക്കെ ഗംഭീര പാട്ടുകളാണ്. ഇവിടെ മോൻ 2 പാട്ട് തുടക്കം വെച്ച് പോയി, ഇനി ആ പാട്ടൊക്കെ പാടുമെന്ന് വിചാരിക്കുന്നു. രവിയേട്ടൻ്റെ അഭിനയ ജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ
ഇനിയുള്ള കഥാപാത്രങ്ങളെ ഏറ്റവും ഉജ്ജ്വലമാക്കി നമ്മളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വത്തോടുകൂടി സിനിമയിൽ പ്രവർത്തിക്കുന്ന രവിയേട്ടൻ്റെ അഭിനയ ജീവിതത്തിന് ഒപ്പം ഏറ്റവും പ്രിയങ്കരനായ ഒരു നടൻ എന്നതിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ സ്വന്തം ജ്യേഷ്ഠനായ രവിയേട്ടന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, രവിയേട്ടന് വേണ്ടി അന്ന് മൂർക്കനിക്കരയിൽ നടത്തിയ പരിപാടിയുടെ ഓളം എൻ്റെ കാതുകളിൽ ഇപ്പോഴും ഉണ്ട്. 10,000-കണക്കിന് ആളുകളാണ് ആദ്യ ദിവസം വന്നത്. അതിൽ സിനിമാ നടന്മാരായിരുന്നു കൂടുതലും. രണ്ടാമത്തെ ദിവസം നാടകവുമായി ബന്ധപ്പെട്ട പരിപാടി ആയതുകൊണ്ട് രവിയേട്ടനൊരു ശങ്ക പ്രകടിപ്പിച്ചു, രണ്ടാമത്തെ ദിവസം ആളുണ്ടാവുകയോ? ആദ്യത്തെ ദിവസത്തേക്കാൾ കൂടുതൽ ആളുകൾ രണ്ടാമത്തെ ദിവസമായിരുന്നു. അതുകൊണ്ട് രവിയേട്ടൻ ഇനി ചെയ്യേണ്ടത്, മന്ത്രി പോകുമ്പോൾ പറയേണ്ടതാണ്, രാവണിയോട് പറഞ്ഞാലും മതി, ചലച്ചിത്ര ജീവിതത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ അവാർഡും രവിയേട്ടന് ലഭിക്കട്ടെ. അതിനുവേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. JC ഡാനിയൽ കൊടുക്കൂ. ഞാൻ ചെയർമാനാവേണ്ടി വരും. ബിന്നി ഇമ്മട്ടി അനുസ്മരണത്തിനായി ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ സെക്രട്ടറി സേവ്യർ ചിറയത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2013 മുതൽ പാർട്ട് ONB ഫിലിം അവാർഡിൻ്റെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബെന്നി ഇമ്മട്ടി, ആള് കഴിഞ്ഞ വർഷം നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ആൾ മരണപ്പെട്ടു പോയി. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ഫിലിം അവാർഡ് നമ്മൾ ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇപ്രാവശ്യം ബെന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ ഇത് ഏറ്റെടുത്ത് ചാക്കോ മാഷും മറ്റു കൃഷ്ണകുമാറും എല്ലാവരും കൂടി സഹകരിച്ച് നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബെന്നി ഇമ്മട്ടി കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത്, അതേപോലെ തന്നെ ഫൗണ്ടേഷൻ ഇത് കൊണ്ട് നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസകൾ അറിയിക്കുന്നതിനായി അഭിനയ പ്രതിഭയെ സംവിധായകൻ പ്രിയനന്ദനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളെന്നുള്ള പോലെ തന്നെയാണ് രവിയേട്ടൻ എനിക്കും. ഈ വൈകിയ വേളയിൽ ഒരുപാട് അവാർഡുകൾ ഇവിടെ കൊടുക്കാനും വാങ്ങാനായിട്ടും ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചെറിയ പ്രവർത്തനങ്ങളും, ചില ഹ്രസ്വ സിനിമകൾ ഒരിക്കലും അതൊരു മോശപ്പെട്ട ഒരു കാര്യമായിട്ടല്ല, വലിയ തലത്തിലേക്കുള്ളൊരു മുന്നേറ്റമാണ്. ലോകത്തെമ്പാടും അത്തരം ചലച്ചിത്രമേളകളുണ്ട്. പക്ഷേ നമ്മൾ മുഖ്യധാര അതങ്ങനെ പലപ്പോഴും അറിയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നാഷണൽ ലെവലിലൊക്കെ അതിന് അവാർഡുണ്ട്. സ്റ്റേറ്റിൽ അതൊരു ടെലിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം അങ്ങോട്ട് മാറിപ്പോയിട്ട് ഉള്ളൂ. നാഷണൽ തലത്തിൽ അങ്ങനെയൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാൻ ഒരുപാട് പണമൊന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രമേയം കൊണ്ടൊക്കെ നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. അതിൻ്റെ സമ്മാനം കിട്ടിയ, അല്ലെങ്കിൽ നാടകരംഗത്തായാലും സമ്മാനം കിട്ടിയ നിരവധി പേരിവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. രവിയേട്ടൻ്റെ ഈ 50-ാം വർഷത്തെ സിനിമയുടെ 50-ാം വർഷത്തിന് പോയപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു മര്യാദ എന്ന് പറയുന്നത്, ഞാൻ 2ാമത്തെ ദിവസമാണ് പോയത്. നാടകക്കാരെ ആദരിക്കുന്നൊരു ദിവസമാണ് ഞാൻ പോയത്. അന്ന് ഞാൻ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാടകത്തിലെ ആദ്യത്തെ നായിക മുതൽ അവിടെയുള്ള ആളുകൾ രവിയേട്ടൻ ക്ഷണിച്ചു എന്നുള്ളതാണ്. ഒരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ, ഇത്രയേറെ പ്രശസ്തിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളത് മറന്നു കളയും. നമ്മൾ വന്ന വഴി മറന്നു കളയും. ഒരു സിനിമയുടെ ഒരു ഗ്ലാമറിൽ നിൽക്കുന്നുള്ളതാണ്. പക്ഷെ അതൊന്നുമല്ലാതെ ആ മനുഷ്യരെ ചേർത്ത് പിടിച്ച ഒരാളാണ്. അവരൊക്കെ കണ്ണീരോടെ അവിടെ സംസാരിക്കുന്നതാണ്. അവിടെ വന്ന് പറഞ്ഞതാണ്, നാടകത്തിൽ അപകടം പറ്റി കിടക്കുമ്പോൾ ഒരു നിമിഷം പോലും അതിൻ്റെ അപ്പുറത്തെ വിഷമങ്ങൾ അറിയിക്കാത്ത മുഴുവൻ ചെലവുകളും അവർ നോക്കി നടത്തിയ ഒരാളാണ് രവിയേട്ടൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മനുഷ്യനെ ആദരിക്കപ്പെടുക എന്ന് പറയുന്നത്, സ്നേഹത്തെ ആദരിക്കപ്പെടുക, കല കൊണ്ട് നിന്നു പോകുന്നവരെ, അതിൽ തോറ്റു പോകുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരാളെന്ന് കൂടിയാണ്. അതുകൊണ്ട് ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന് വളരെ, ഇനിയും ഒരുപാട് മികച്ച വേഷങ്ങൾ രവിയേട്ടന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.
ആശംസകൾ പറയുന്നതിനായി മുഖ്യാതിഥിയും സാഹിത്യകാരനുമായ CR ദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവർ, എൻ്റെ 1 വയസ്സിന് താഴെയുള്ള അനുജനാണ് TG രവി. TG രവി എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാടകരംഗത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് TG രവിയെ പരിചയപ്പെടുന്നത്. എന്തായാലും ഇന്നത്തെ ഈ കൂട്ടായ്മ, ഞാൻ ദീർഘിച്ച് പ്രസംഗിക്കുന്നത് ഒട്ടും ശരിയല്ല, ഇന്നത്തെ ഈ കൂട്ടായ്മ TG രവി എന്ന മഹാനായ വ്യക്തിയുടെ കലാരംഗത്തെയും സാഹിത്യരംഗത്തെയും നാടകരംഗത്തെയും സിനിമാ രംഗത്തെയും ഒക്കെ തന്നെ കഴിവുകളെ മാനിച്ചുകൊണ്ട് നമ്മളിന്നിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇനിയും മുന്നോട്ട്. മറുപടി പ്രസംഗത്തിനായി TJ രവി ക്ഷണിക്കുന്നു. നമ്മൾ ഈ മറുപടി പ്രസംഗം കഴിഞ്ഞാൽ നമ്മുടെ അവാർഡുകളുടെ സമർപ്പണമാണ്. ഇടയിൽ ഈ പറഞ്ഞ TG രവിയായിട്ട് അഭിനയിച്ച അതിൽ നിർമ്മിച്ച സിനിമ പാദസരത്തിലെ പാട്ട് ശ്രീജയ ടീച്ചർ പാടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അവാർഡുകളിലേക്ക് കിടക്കും. ഒരു പാട്ടിടയ്ക്ക് വേണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് ആശംസകൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവാർഡായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ സമാദരണമുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് സമാദരിക്കപ്പെടുന്ന ഒരു ചടങ്ങുണ്ട്. 5-6 പേര് സമാദരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവാർഡിലേക്ക് കിടക്കാം. വേട്ടാ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രത്യേകത എനിക്കുണ്ട്. അതായത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് തിക്കൊടിയേട്ടൻ വഴിയാണ് എനിക്ക് സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടിയത്. ഞാനൊരു കാലത്തും സിനിമാകാരനാണെന്നും ആവുമെന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ആളല്ല. കാരണം എൻ്റെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ റീച്ചിലായിരുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ച് നാടകമായിരുന്നു പ്രധാനം. അത് കഴിഞ്ഞിട്ട് മറ്റേ ഓൾ ഇന്ത്യ റേഡിയോയിലെ നാടകം അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെയാണ് തിക്കൊടിയേട്ടനായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെ തിക്കൊടിയേട്ടൻ ഒരു ദിവസം കാലത്ത് വിളിച്ചിട്ട് എന്നെ, നിനക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നാളെ കാലത്ത് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ സിനിമയിലൊക്കെ എത്തിപ്പെട്ട് ഉത്തരായനം എന്നുള്ള സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതെന്താ വെച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന മോഹം അല്ലായിരുന്നല്ലോ. ഈ സിനിമയിലിരുന്ന് കഴിഞ്ഞപ്പോഴുള്ള മോഹം എന്താ വെച്ചാൽ, നസീർ സാറിൻ്റെ പിന്നാലെയൊക്കെ ആൾക്കാർ കൂടും പോലെ എൻ്റെ പിന്നാലെ ഒരുപാട് വരുമെന്നാണ് വിചാരിച്ചേ. പക്ഷെ ഉത്തരായനം അന്നത്തെ രീതിയിൽ പറയണത് ഈ അവാർഡ് സിനിമ എന്നാണല്ലോ. അപ്പോൾ അവാർഡ് സിനിമ കാണാൻ ആൾക്കാർ കുറവായിരിക്കും. പിന്നെ ഞാൻ അഭിനയിച്ച ക്യാരക്ടറും കൊച്ചു ക്യാരക്ടറാണ്. എന്നെ ആർക്കും മനസ്സിലായില്ല. ആ സിനിമ കളിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാറുണ്ട്. ആരെയാണ് നോക്കിയിട്ട് ചിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. മിണ്ടാതെ പോയത് എല്ലാവരും. അപ്പോൾ ഒരു വാശിയായി. അപ്പോൾ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. കാരണം എന്നെ ആരും വിളിക്കാനില്ല. സിനിമ ചെന്നൈയിൽ കിടക്കുക. അപ്പോൾ എന്നെ ആരും സിനിമയ്ക്ക് വിളിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മോഹം തുടങ്ങിയത് അവിടെ നിന്നാണ്. കാരണം എന്താ വെച്ചാൽ, സിനിമ എനിക്ക് പറ്റുമെന്നൊരു ധാരണ എനിക്കുണ്ടായി ആ സിനിമ കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ച് ഞാനൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചത്. അതാണ് പാദസരം എന്ന സിനിമ. ഈ പാദസരം എന്ന സിനിമ അഭിനയിച്ച് അതും ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഏറ്റവും നല്ലൊരു സിനിമ ഞാനിപ്പോഴും പറയാം. പക്ഷേ വേണ്ടത്ര ആ സിനിമ ഓടിയില്ല. മുടക്കിയ കാശ് മുഴുവൻ പോയി. എന്നാലും സാരില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഏതായാലും ആ മോഹം ഇനി അതിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി പറയാമല്ലോ, അതിനു വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. വിട്ടില്ല. പിന്നെയും കുറച്ച് സഹായങ്ങൾ എൻ്റെ കൂട്ടുകാരെ എല്ലാവരും കൂടി ചേർന്ന് വേറെ സിനിമയും കൂടി എടുത്തു. അതാണ് ചോര ചോന്ന ചോര. പക്ഷെ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. അന്ന് ഒരു പുതിയ ആൾ രംഗത്ത് വരുമ്പോൾ അയാൾ അടിച്ച് താഴ്ത്താനുള്ള സർവ്വ സൗകര്യങ്ങളും ആ കാലത്തും അന്നത്തെ സിനിമാക്കാരുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ചും ഈ സിനിമയെക്കുറിച്ച് എഴുതുന്ന ചില ആൾക്കാരുണ്ട്. അവരെൻ്റെ പാദസരത്തിന് ആദ്യം എഴുതുന്നതെന്ന് വെച്ചാൽ, ഇതിന് സിനിമയ്ക്ക് പാദസരം എന്ന് പേരിടാമെങ്കിൽ കുറുന്തോട്ടി എന്ന് പേരിട്ടാലും കുഴപ്പമില്ലാതെ ഇരിക്കുന്നത്.
ചോര ചുവന്നുകാരിക്ക് ഇതിൽ ഈ ചോര ചുവന്നുകാര ചോര എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, പിന്നെ ചുവന്ന ചോര എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചു. പക്ഷേ ഈ എഴുതിയ ആൾ എനിക്ക് ഒരിക്കൽ ഞാൻ സിനിമാ നടനായതിന് ശേഷം, ആൾക്കാർ അറിയപ്പെട്ടതിന് ശേഷം കോഴിക്കോട് ഒരു സ്റ്റേജിൽ വെച്ച് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ആളുടെ പേരൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഈ ചോര ചുവന്നുകാരാന്ന് പേരുടെ ഒരു കാരണമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചോരയ്ക്ക് ചുവപ്പ് നിറം തന്നെയാണ് എല്ലാ ചോരയ്ക്കും. പക്ഷേ റോയൽ ബ്ലഡ് എന്നുള്ള ആൾക്കാരെ മുഴുവൻ വിളിക്കുന്നത് ബ്ലൂ ബ്ലഡഡ് പീപ്പിൾ എന്നാണ്, നീലനിറമുള്ള രക്തം എന്നാണ് വിളിക്കത്രേ. അപ്പോൾ അതുകൊണ്ട് ഇതിലെ കഥാപാത്രം അങ്ങനെ ബ്ലൂ ബ്ലഡഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, ചോര വിൽക്കുന്ന ഒരു മനുഷ്യനാണ്, വെറും ചോര, ചുവന്ന ചോരയുള്ള മനുഷ്യൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതിൻ്റെ അകത്ത്. അത് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാര്യം അതാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സിനിമ വേണ്ടത്ര രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷെ എന്നാലും ഈ ചില വൈകുന്നേരം നേരത്ത് മറ്റേ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഹോട്ടൽ ബോയ്സ് തന്നെ അത്യാവശ്യം സാറല്ലേ ഈ ചോരയിലൊക്കെ അഭിനയിച്ച ആളെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി എൻ്റെ അടുത്ത്. അപ്പോൾ തിരക്കേടില്ല, അവിടെ വരെ എത്തിയിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല, ഇനി എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമ എടുത്ത് പോയാൽ നടക്കില്ല എന്ന് എനിക്ക് തോന്നി. കാര്യം എന്താ വെച്ചാൽ ഈ പാദസരം എന്ന സിനിമയുടെ അകത്ത് ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ് പോന്നിട്ട് അവസാനം ഞാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായപ്പോൾ പത്രക്കാരനോട് ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദസരത്തിലത്തെ ക്യാരക്ടർ തന്നെയാണ് ഇപ്പോഴും മനസ്സിലുള്ളതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഉടക്കനാണ് ഈ കാരണം എന്ന് വെച്ചാൽ എന്നെ അതിൽ അവതരിപ്പിക്കുന്നത് ഒരു പലക ബോർഡ് ഇങ്ങനെ വന്ന് വീഴുന്നതാണ്. ആ ബോർഡ് വന്ന് വീഴുമ്പോൾ ആളൊന്നുമില്ല, അതിൻ്റെ മേലെ ഞാൻ ഒരു കാലിങ്ങനെ ചവിട്ടിയിട്ട് മേലോട്ട് കാണിക്കുമ്പോഴാണ് എന്നെ കാണുക. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് വലിച്ച് പൊളിച്ച് താഴെ ഇട്ട ക്യാരക്ടറായിട്ടാണ് ഞാൻ ആദ്യം കാണിക്കുന്നതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ എന്നോട് അതുകൊണ്ടാണ് ചോദിച്ചത് ഇപ്പോഴും അത് തന്നെയാണോ എന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ ഈ പ്രസിഡൻറ്റിൻ്റെ കസേരയിലിരിക്കുമ്പോൾ അവിടെ ഒരു ഭാഷയുണ്ടല്ലോ, അവിടെ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ പോകാണ്ട് എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് ഏതായാലും പോയ കാശെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള വഴിയുണ്ട് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ മനസ്സിലുള്ള ആദർശങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു കമേഴ്സ്യൽ മൂവി എടുത്താൽ രക്ഷകളൊന്നുമില്ല, എനിക്ക് ഒന്ന് പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി. അതാണ് ചാകര എന്ന് പറഞ്ഞാൽ. പി ജി വിശംബരനെ കണ്ടു, അതുകൊണ്ട് കിട്ടിയ ഗുണം കേട്ടല്ലോ, അലവലാതി ഷാജി എന്നുള്ള പേരും കിട്ടി, അതിൻ്റെ ഒപ്പം കാശും കിട്ടി, അതുകൊണ്ട് കുഴപ്പം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ നിർത്തി, തൽക്കാലം വേണ്ടെന്ന് വെച്ചു. കാരണം ഞാൻ സിനിമ പ്രൊഡ്യൂസർ ആവാൻ വേണ്ടി വന്ന ആളല്ല, സിനിമ അഭിനയിക്കാൻ ആക്ടറാവാൻ വേണ്ടിയിട്ട് ചാൻസ് കിട്ടാനും ബുദ്ധിമുട്ടുള്ള കാലത്ത് അതിനുവേണ്ടി ഒരു എടുത്ത സിനിമയായിട്ട്. പക്ഷേ ഈ പാദസരം എന്ന സിനിമയിൽ ഇന്ന് ഈ സ്റ്റേജിൽ മഹാനായ പി ജെ ആൻ്റണിയുടെ അവാർഡ് പി ജെ ആൻ്റണിയുടെ പേരുള്ള ഒരു അവാർഡ് വാങ്ങിയിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ എനിക്ക് പറയേണ്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാദസരം എന്ന സിനിമയുടെ അകത്ത് അതെടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ മോഹം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ നടനാവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മഹാന്മാരായ നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള എൻ്റെ വലിയ മോഹമുണ്ട്. അതൊന്ന് പി ജെ ആൻ്റണിയും ഒന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായരുമാണ്. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വെച്ചാൽ മെയിൻ ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തു ഒക്കെ കഴിഞ്ഞു, അദ്ദേഹം വന്നു ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യത്തെ ഒരു സീൻ അഭിനയിക്കാൻ നേരത്തെ എൻ്റെ കൈയും കാലും വിറച്ചു ശരിക്ക്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാലോ, ഇവിടെ നിങ്ങൾക്കറിയാം പി ജെ ആൻ്റണി എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് എപ്പോൾ ഇവിടെ പറഞ്ഞതൊക്കെ അനുസരിച്ച് അറിയാലോ, കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത വിപ്ലവകാരിയായിട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. ചെറിയ മനുഷ്യനല്ല, സാക്ഷാൽ അതായത് ഞാൻ സിനിമയുടെ അകത്തുകൂടി കഴിഞ്ഞുകൂടി പറഞ്ഞുതരാം. ഈ ശാരദയും ഇദ്ദേഹം കൂടെ അഭിനയിക്കുന്നൊരു സിനിമയുടെ അകത്ത് ശാരദ വരാത്ത ദിവസം ഇദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഒരു സജഷൻ ഷോട്ട് എടുത്തു. അറിയാലോ സജഷൻ ഷോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ആ ശാരദയെ നിർത്തിക്കൊണ്ട് അതിൻ്റെ പുറകെ വശത്ത് നിർത്തി ഇവരുടെ ആൻ്റണി ആശാൻ്റെ പണം എടുക്കുക. പക്ഷെ അവിടെ വെള്ളം വേണ്ട, അല്ല വെള്ളം കുടിപ്പിക്കേണ്ടത് തോന്നുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് ഈ ശാരദ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു സ്ത്രീയെ ശാരദയുടെ ബിഗൊക്കെ വെച്ചിട്ട് മുമ്പിൽ നിർത്തിയേക്കാണ്. അപ്പോൾ അന്വേഷണം മന്ത്രിന്ന് ചോദിച്ചോ ഇതാരത് എന്ന് ചോദിച്ചത്രേ. സാറേ അത് ശാരദ ഇല്ലാത്തതുകൊണ്ട് അമ്മ വരുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് പോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുക്കുക. എടുത്തോളം പണിയെടുത്തു. വേറെ ദിവസം ശാരദ വന്ന് ശാരദ എടുക്കാൻ നേരത്തെ എന്താ വെച്ചാൽ ശാരദയുടെ ഷോട്ട് എടുക്കണമല്ലോ,
തിരിച്ച് എടുക്കുമ്പോൾ ശാരദ ഷോട്ട് എടുക്കണം. അപ്പോൾ ശാരദ വന്ന് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ ഇതേതാ ഷോട്ട്? സാറേ അന്ന് നമ്മൾ ഒരു സജഷൻ ഷോട്ട് എടുത്തില്ലേ, പകരത്തിന് ഒരാളെ വെച്ചെടുത്തില്ലേ? ഓ അതാണ് ഷോട്ട്. അപ്പോൾ അതിന് പകരം ഞാൻ നിൽക്കണം നിർബന്ധമല്ലോ, ഇത് മതി എന്ന് പറഞ്ഞ് ബിഗ് ഊരി താഴെ വെച്ചിട്ട് പറഞ്ഞു ഷോട്ട് എടുത്തോളം പറഞ്ഞ് പോയ ആളാണ് അങ്ങനെ നേരത്തെ. അതാണ് പി ജെ ആൻ്റണി ആശാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യത്തെ സീൻ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ മാറി നിൽക്കുക. ഇതെന്താ ഇദ്ദേഹം പറയാമെന്ന് എനിക്ക് ഒരു രൂപമില്ല. അദ്ദേഹം ഒന്നും മിണ്ടണമില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ നിങ്ങൾ വരിക പറഞ്ഞു വിളിച്ചു. ഉറപ്പിച്ചു എന്തോ വരുന്നുണ്ട്, സംശയമില്ലല്ലോ. സാധാരണ ഈ കയ്യിൽ കുറച്ച് കാശുള്ളവന്മാർ പ്രമാണിയാവാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് മനസ്സിലായി ഏതാണ്ട് കുഴപ്പം വരുന്നുണ്ടെന്ന്. പ്രമാണിയാവാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുക്കും, അതിൽ അഭിനയിക്കുകയും ചെയ്യും. പക്ഷെ കല എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീട്ടിണ്ടാവില്ല ഈ ആൾക്കാർക്ക്. തന്നെയും ഞാൻ ആ കൂട്ടത്തിൽ തന്നെയാണ് കൂട്ടിയതിരുന്നത്. പക്ഷേ ഈ സീൻ കണ്ടപ്പോൾ മനസ്സിലായി താനൊരു ആർട്ടിസ്റ്റാണോ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നത് അദ്ദേഹം വന്ന് പറഞ്ഞ ആ വാചകം ഉണ്ടല്ലോ, അത് എനിക്ക് കിട്ടുന്ന നാഷണൽ അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ അവാർഡുകൾ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടുന്ന ഈ അവാർഡ്, ഇതിന് മുമ്പ് ഞാൻ പറയേണ്ടത് ഒരു അവാർഡ് ഇതുപോലെ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. സത്യമാഷ പേരിലുള്ള അവാർഡാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും അദ്ദേഹം മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിനെ കാണുപോലും ചെയ്യാത്ത ഞാൻ ഇരുന്ന് കരഞ്ഞു പോയതാണ് സത്യമാഷ മരണത്തിൽ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് എനിക്ക് കിട്ടി. ഇതിപ്പോൾ കിട്ടുന്ന അവാർഡ് ഈ ദേശീയ അവാർഡ് പോലെ ഞാൻ കണക്കാക്കിയ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ എനിക്ക് കിട്ടുന്നൊരു അവാർഡ് എനിക്ക് ഒരുപക്ഷെ എനിക്ക് ഇതിനേക്കാൾ വലിയ ഒരു അവാർഡ് കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വലിയ അവാർഡാണ്. ഞാൻ അന്തം വിട്ടിരുന്ന് പോയിട്ടുണ്ട് ആ സിനിമ കണ്ടിട്ട്. തല വെട്ടിപ്പൊളിക്കുന്നൊരു സിനിമയുണ്ട്. ഇപ്പോഴും അദ്ദേഹം എങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്തതെന്ന് എനിക്കറിയില്ല ശരിക്കും. ഇനിയിപ്പോൾ ഒന്ന് സഹായിച്ചവരെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ തിയേറ്റർ മുഴുവൻ പൊളിയുകയും ചെയ്യും, കത്തിക്കുകയും ചെയ്യും എന്തായാലും. അതുകൊണ്ട് അതും പറ്റാത്തൊരവസ്ഥയിലാണ്. എന്തൊരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നതെന്നുള്ളതാണ്. പാവമായിട്ടുള്ളൊരു ഒരു ഒരു ഗതിയില്ലാത്തൊരു ഒരു മനുഷ്യനായിട്ട് നടന്ന് അവസാനം ആ ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നൊരു ഒരു രംഗമുണ്ട്. ഞെട്ടിപ്പോയിരുന്നിട്ട് ഇപ്പം പറ്റുമോ? ആലോചിക്കണ്ട. ഞാനത് തുപ്പിയ കാര്യം ഇനി ഞാൻ പറയുന്നില്ല. കാരണം രണ്ടാമത് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താണ്ടാവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാറുണ്ട്. ഞാൻ പറയുന്നില്ല എന്തായാലും. ആ നിലയിൽ നിൽക്കണം. ഇപ്പം ആലോചിക്കണ്ട് ഈ നാട്ടിൽ ഇനി ജീവിച്ചു കണക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കേണ്ട ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ നമ്മൾ ജീവിച്ചു പോകാമെന്ന് അറിയില്ല. ഒരു കൃത്യതയില്ല. നാളെ എന്താ ഉണ്ടാവുന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തൊരവസ്ഥ നമ്മൾ നിൽക്കണം. അവിടെയാണ് പി ജെ ആൻ്റണി ആശാൻ്റെ പേരിൽ, അന്നത്തെ വിപ്ലവകാരിയായ മനുഷ്യൻ്റെ പേരിൽ, നാടകത്തിലൂടെ ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ഒരു ബുദ്ധൻ്റെ പേരിൽ ഈ അവാർഡ് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അവാർഡ് ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്ക് എതിരെ പ്രവർത്തിക്കാനും കൂടെ ഒരു പ്രചോദനമാകട്ടെ ഈ അവാർഡ് എന്ന് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു സമൂഹത്തിൻ്റെ പിന്നോട്ടുള്ള പോക്കിനെ ഒരു തടുത്തു നിർത്താൻ വേണ്ടിയിട്ടെങ്കിലും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിനെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു വികാരമുണ്ട്. ആ വികാരം അതിന് സഹായകരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക എന്തായാലും അതുകൊണ്ട് തന്നെ ഈ അവാർഡിന് ഞാൻ നീട്ടുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇത് എനിക്ക് തന്ന പ്രത്യേകിച്ചും ഈ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്ന ഈ അവാർഡിന് എൻ്റെ ഭാരവാഹികളുടെ നന്ദി പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഇതുപോലൊരു അവാർഡ് ഞാൻ വാങ്ങുന്ന, പ്രത്യേകിച്ചും എൻ്റെ മകനും മകൻ്റെ ഭാര്യയും ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വാങ്ങുന്നത് കൂടുതൽ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഈ ഇവിടെ ഇരിക്കുന്ന മകനെ കൊച്ചു പ്രായത്തിൽ ഭാര്യ വൈകുന്നേരം രാത്രി
ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഇവനെ തോളിലിട്ടുകൊണ്ടാണ് ഞാൻ റിഹേഴ്സൽ ക്യാമ്പിൽ പോയിട്ടുള്ളത് പലപ്പോഴും. എന്നിട്ട് അവിടുത്തെ ഈ ഒരു നമ്മൾ പറയില്ല ചീക്കളപ്പായ എന്നൊക്കെ പറയില്ല, അങ്ങനെ ചീക്കളപ്പായയിൽ കിടത്തി ഉറക്കിയിട്ടാണ് ഞാൻ നാളെ റിഹേഴ്സലിൽ പോയിട്ടുള്ള ആ കാലഘട്ടം ഉണ്ടായിരുന്നത്. ആ വിദ്വാനൊന്നും ഇവിടെ വന്നിരിക്കേണ്ട അവിടെ ഞാൻ ഈ പറഞ്ഞ് പ്രത്യേകിച്ച് ഞാൻ നീട്ടുന്നില്ല. ഏതായാലും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, സന്തോഷം. അപ്രതീക്ഷിതമായിട്ടാണ് ശ്രീ ടി ജി രവി അദ്ദേഹം നിർമ്മാണം നിർവഹിച്ചിട്ടുള്ള പാദസരം എന്ന സിനിമയിലെ ഉഷസ്സേ എന്ന് പറയുന്ന പാട്ട് അറിയോ എന്ന് തിയോനോട് ചോദിച്ചതാണ്. അവന് അറിയാത്തതുകൊണ്ടും എനിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ ആ പാട്ട് പാടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് രചന നിർവഹിച്ചിട്ടുള്ളത് AP ഗോപാലൻ, അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണത്. ദേവരാജ മാഷാണ് സംഗീതം നൽകിയിട്ടുള്ളത്. ഉഷസ്സേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാനുണരുകില്ല. വസന്തം ഉദ്യാനവിരുന്നിനില്ലെങ്കിൽ കുസുമങ്ങളിവിടെ മലരുകില്ല. ഉഷസ്സേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാനുണരുകില്ല. വസന്തം ഉദ്യാനവിരുന്നിനില്ലെങ്കിൽ കുസുമങ്ങളിവിടെ മലരുകില്ല. കടലിൻ മനസ്സ് തുടിച്ചില്ലെങ്കിൽ കാറ്റും കുളിരും വീശുകില്ല. കടലിൻ മനസ്സ് തുടിച്ചില്ലെങ്കിൽ കാറ്റും കുളിരും വീശുകില്ല. കഥനത്തിൻ പത്മചിതയില്ലെങ്കിൽ കൺകിളി പുഷ്പങ്ങൾ വിടരുകില്ല. ഉഷസ്സേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാനുണരുകില്ല. വസന്തം ഉദ്യാനവിരുന്നിനില്ലെങ്കിൽ കുസുമങ്ങളിവിടെ മലരുകില്ല. ഹിമഗിരി ഹൃദയം ഉരുകിയില്ലെങ്കിൽ ഹരിതാഭഭൂമിക്കു ഗംഗയില്ല. ഹിമഗിരി ഹൃദയം ഉരുകിയില്ലെങ്കിൽ ഹരിതാഭഭൂമിക്കു ഗംഗയില്ല. നീ എന്ന സത്യം മുന്നിലില്ലെങ്കിൽ എന്നിലെ ദുഃഖം ഉണരുകില്ല. നീ എന്ന സത്യം മുന്നിലില്ലെങ്കിൽ എന്നിലെ ദുഃഖം ഉണരുകില്ല. ഉഷസ്സേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാനുണരുകില്ല. വസന്തം ഉദ്യാനവിരുന്നിനില്ലെങ്കിൽ കുസുമങ്ങളിവിടെ മലരുകില്ല. ഉഷസ്സേ
താങ്ക് യു. ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി ബിന്നിമട്ടി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയി പ്ലാശ്ശേരിയെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ രാവുണ്ണി മാഷ്, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, അവാർഡ് നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ബെന്നിമട്ടി ഫൗണ്ടേഷനും പാർട്ടോ എൻ വി തൃശ്ശൂരും സംഗമ സാംസ്കാരിക വേദിയും അതുപോലെ തന്നെ ഈ സംഘടനയുമായി സഹകരിച്ച് പോകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുടെ സഹകരണത്തോടു കൂടി നടത്തുന്ന ഈ അവാർഡ് നിശ, ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്കെടുത്തു പറയാനുള്ളത്, ഞങ്ങൾ ഈ അവാർഡ് നിശ്ചയിക്കുന്നത് ഒരു വർഷം മുൻപ് ബെന്നിമട്ടി ഉൾപ്പെടുന്നൊരു കമ്മിറ്റി ആയിരുന്നു. അന്ന് ആ കമ്മിറ്റിയിൽ ഞാനില്ല. എന്നിരുന്നാൽ തന്നെ ആ കമ്മിറ്റിയിൽ നടന്ന ചർച്ച ഞാനുമായി ബെന്നിയേട്ടൻ അവലോകനം ചെയ്യുമ്പോൾ, ഞാനും സേവിയറും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുമ്പോൾ, ഒരു വർഷം മുമ്പ് TG രവിയേട്ടന് ഈ അവാർഡിന് അർഹനാണ്, അന്ന് ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ ഇന്ന് ആ കാര്യത്തെക്കുറിച്ചൊരു ചർച്ച നടത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് വിയോഗത്തിൻ്റെ ഭാഗമായി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഈ നിർദ്ദേശവുമായി ബെന്നിമട്ടി ഫൗണ്ടേഷനുമായി ചാക്കോ മാഷ് നിരന്തരം സംസാരിക്കുകയും അതോടൊപ്പം തന്നെ രാവുണ്ണി മാഷും അതുപോലെ തന്നെ പ്രിയനന്ദനാട്ടനും അതുപോലെ തന്നെ ജയരാജ് വാര്യർ ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുമായി നമ്മൾ സംസാരിച്ചതിൻ്റെ ഭാഗമായി ഇങ്ങനൊരു ആശയം രൂപപ്പെട്ടോടും നമുക്കിങ്ങനെയൊരു സംഘടന, അതായത് ബെന്നിമട്ടി ഫൗണ്ടേഷൻ ബെന്നി പേരിലുള്ള ഈ സംഘടന അവസാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ജോയി പ്ലാശ്ശേരി ഉൾപ്പെടെയുള്ള സേവ്യർ ചെറിയത്ത്, ഷിബു മഞ്ഞളി, അനിൽ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കൂട്ടായ്മ രൂപപ്പെട്ടുകൊണ്ട് ബെന്നിമട്ടി ഫൗണ്ടേഷൻ രൂപം നൽകുകയും ആ ആശയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്പോർട്സ് രംഗത്തായാലും സാമൂഹിക സാംസ്കാരിക രംഗത്തായാലും ആ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആശയവുമായി മുന്നോട്ട് വരികയും അതിൻ്റെ ഭാഗമായി ചാക്കോ മാഷുമായി സംസാരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ അവാർഡിലേക്ക് ഞങ്ങൾ തയ്യാറെടുത്തത്. ഇത് പറയുമ്പോൾ തന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാക്കോ മാഷിൻ്റെ ഒപ്പം ഞാൻ രവിയേട്ടൻ്റെ ഒരു ലൊക്കേഷനിൽ പോയി. പറവട്ടാനിലെ ഒരു സ്ഥലത്താണ് പോയത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ ജനിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ എനിക്ക് ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളും, പല നാടക രംഗത്തുള്ളതും പഴയ സിനിമാ രംഗത്തുള്ളതും ഇത്രയും ഓർമ്മശക്തിയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് പഴയ, ഇപ്പോൾ ജയരാജ് വാര്യർ പറഞ്ഞ പോലെ തന്നെ പഴയ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുള്ളത് ഒരു നമ്മുടെ ആര്യാച്ചാർ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. തൃശ്ശൂർക്കാരൻ്റെ ഭാഷയിൽ അഭിനയിച്ച ഒരു സിനിമയാണ് ആര്യാച്ചാരായിട്ട് മമ്മൂട്ടിയിലൊപ്പം ധ്രുവം സിനിമയിൽ. അപ്പം അങ്ങനെയുള്ള ആൾ ഇത്രയും ഒരുപാട് പുറകിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് അതിശയിച്ചു. അതിനുശേഷം ഞങ്ങൾ പത്രസമ്മേളനം നടത്തി ബെന്നിമട്ടി ഫൗണ്ടേഷനെയും PO പാർട്ടോ ഇതിൻ്റെയും അവാർഡ് TG രവിക്കാണെന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഒന്ന് കാണണം, ഔദ്യോഗികമായി ക്ഷണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ചാക്കോ മാഷും അതുപോലെ തന്നെ കൃഷ്ണകുമാറും കൂടിയിട്ട് ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇങ്ങോട്ടൊരു ഫാമിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെച്ചു ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് വലിയൊരു സാധനവും വലിയൊരു സങ്കേതം പോലൊരു ബിൽഡിങ്ങൊക്കെ എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ നാടറിയുന്ന നാട്ടുകാരെന്ന് പറയുന്ന പോലെ കൃഷിക്കാരൻ അദ്ദേഹം. ആർക്കറിയാത്തൊരു കൃഷിക്കാരനാണ്, വലിയൊരു കൃഷിക്കാരൻ. അഭിനയ നേതാവ് മാത്രമല്ല, അദ്ദേഹം വലിയൊരു കൃഷി നടത്തുന്ന ഒരു കൃഷിക്കാരനാണ്. ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഒരു കൃഷി സ്ഥലത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, ഇവിടേക്ക് കൃഷിപ്പണിക്കുള്ള ആളുകളുണ്ട്, പക്ഷെ നനയ്ക്ക ഞാനാ. 5:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഇവിടെ വന്ന് നനയ്ക്കും. ഞാൻ നനച്ച് കഴിഞ്ഞ് വെയിലാവുമ്പോൾ വീട്ടിൽ കയറിയിരിക്കും. ഈ വീടെന്ന് പറഞ്ഞ് വലിയ വീടൊന്നുമല്ല, ചെറിയൊരു, ഞാൻ നോക്കുമ്പോൾ 5 പേർക്ക് കസാരിയുണ്ട്. പിന്നെ ഞങ്ങൾ ചെന്ന് 2-3 പേര് ഇരിക്കേണ്ട വന്നു. അപ്പോൾ കട്ടിലുമ കയറിയിരുന്നു. കട്ടിലെന്ന് പറയുമ്പോൾ ബെഞ്ചുമ കയറിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വലിയൊരു ഫാമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചേ. അങ്ങനെ ഒരു കൃഷിക്കാരന് നമ്മളറിയാത്ത ഒരുപാട് ഗുണങ്ങളും ഒരുപാട് പ്രത്യേക രീതിയിലുള്ള സവിശേഷതയുമുള്ള ഒരുപാട് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിപ്ലവകാരിയായ PJ ആന്റണിയുടെ പേരിലുള്ള ഈ അവാർഡിന് എത്രയും യോഗ്യനായിട്ടുള്ള വ്യക്തി
ഇങ്ങനെയുള്ള കൃഷിക്കാരനും അതുപോലെ തന്നെ വിപ്ലവകാരിയുമായിട്ടുള്ള TG രവിക്ക് ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിനുവേണ്ടി അർഹതപ്പെട്ട എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഈ ആദരവ് എല്ലാ വിധത്തിലും അംഗീകാരമായും അദ്ദേഹത്തിന് ആദരവുമായി ബെന്നിമട്ടി ഫൗണ്ടേഷന്റെ പേരിലും മറ്റെല്ലാ സംഘടനയുടെ പേരിലും അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിനായി CMT ഒലിവിയ കൃഷ്ണകുമാർ KT ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന നാടക കലാരംഗത്തെ ആചാര്യന്മാരെ, ഇന്ന് അവാർഡിന് അർഹനായ ശ്രീ TG രവിയേട്ടൻ, അതുപോലെ ജോയ് പ്ലാശ്ശേരി, പിന്നെ നമ്മളെ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ജയരാജേട്ടൻ. കാരണം ജയരാജേട്ടൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും എപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടിയാലും രസിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് പ്രത്യേകം അതങ്ങനെ പറഞ്ഞ്. അതുകൊണ്ട് ഇപ്പോഴും കുറച്ച് നേരം ഞങ്ങൾ കുറേ തമാശകൾ, ഇവരുടെയൊക്കെ കുറേ കാലത്ത് തമാശകളൊക്കെ പറഞ്ഞു. കൂടാതെ ജോയ് പ്ലാശ്ശേരി ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം രവിചേട്ടനെ കാണാൻ പോയപ്പോൾ ഈ പറഞ്ഞൊരു കർഷകൻ, ആ കർഷകൻ നിസ്സാര കർഷകനല്ല, ആ മണ്ണിനെ രക്തോട്ടം വെപ്പിച്ച് ഒരുപാട് ജീവനാഡികൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകത്ത് തന്നെയാണ് ഞങ്ങളെത്തിച്ചത്. ശരിക്ക് സിനിമ നടനും സംവിധായകനും ഒക്കെയുള്ള അവാർഡിനൊപ്പം ഒരു മികച്ച കർഷകനുള്ള അവാർഡും കൂടെ നേടാൻ യോഗ്യനാണ്. അതെ, കർഷകശ്രീ അവാർഡും കൂടെ നേടാൻ യോഗ്യനാണ്. അതെ, ശ്രീ രവിചേട്ടൻ. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ശ്രദ്ധിക്കാതിരുന്നാൽ പോലും കാണാം ചാക്കോ മാഷ് ഇതിലെത്രത്തോളം ഇൻവോൾവാണ്. ഒരു നാടകത്തിന് വേണ്ടിയും കലയ്ക്ക് വേണ്ടിയും വർഷങ്ങളോളം അങ്ങനെ ഒട്ടനവധി കലാകാരന്മാരുടെ വലിയൊരു കൂട്ടായ്മ തന്നെയാണ് ഇന്നത്തെ ഈ ഫംഗ്ഷൻ. അതുപോലെ ഈ അവാർഡുകൾ സ്വീകരിക്കാൻ വന്ന പല ആളുകളെയും വളരെ അടുത്തറിയുന്നവരുണ്ട്. പ്രദീപ് പള്ളുരുത്തി, അതുപോലെ തന്നെ ചന്ദ്രൻ പട്ടാമ്പി, പിന്നെ ഈ വേദിയിലുള്ള ഗീത ടീച്ചർ, അങ്ങനെ ഒട്ടനവധി പേര്. അപ്പോൾ ഈ ഒരു അവാർഡ് ചടങ്ങിൽ എല്ലാവിധ ആശംസകളും ഒലിവിയ ഗ്രൂപ്പിൻ്റെ നൽകുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, മാഷ് പറഞ്ഞുകൊണ്ട് ഒന്ന് ആസ് എ കമ്പനി, അതെ 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 ജയരാജൻ പറഞ്ഞ കറക്റ്റാണ്. ആസ് എ കമ്പനി വി ആർ ഇൻ എന്താ പറയുക ബാങ്കിങ്, പിന്നെ അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ സെക്ടറിലാണ്. അതിൻ്റെ അപ്പുറം ഞാൻ ഇതുവഴി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള കാരണം ഞാൻ യൂണിവേഴ്സിറ്റി മേഖലയിൽ മിമിക്രി, മോണാക്ട്, നാടകം, മൈമ് ഈ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. ചാക്കോ മാഷ് നാടകം അഭ്യസിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ തമാശ പറയാൻ വലിയൊരു പ്രചോദനം കിട്ടിയിട്ടുള്ളത് ജയരാജേട്ടനിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങൾ ഇന്നതിന് വേറൊരു ഫോർമേഷനിലേക്ക് മാറി, സ്റ്റാൻഡപ്പ് കോമഡി ആയിന്ന് മാത്രം. പക്ഷേ ഇന്നും ജയരാജേട്ടൻ്റെ ചിന്തിപ്പിക്കുന്ന തമാശകൾ തന്നെയാണ് നമ്മളൊക്കെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കലയോടും ഇത്തരം പരിപാടികളൊക്കെ പങ്കെടുക്കാനുള്ള അടിസ്ഥാന കാരണം ഒരു കലാകാരൻ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. നാടക നിരൂപക ഡോക്ടർ P ഗീതയെ ക്ഷണിക്കുന്നു. ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്ന രൗണി മാഷ്, ചാക്കോ സാറ്, ഇന്ന് ആദരവ് ഏറ്റുവാങ്ങിയ നമുക്കെല്ലാം പ്രിയപ്പെട്ട രവിയേട്ടൻ, മറ്റ് പ്രമുഖ വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ സമയം കുറവാണെന്നറിയാം, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഈ പരിപാടിയുടെ നെടുന്തൂണായിട്ട് പ്രവർത്തിച്ചിരുന്ന ബെന്നിമട്ടി സാറിൻ്റെ അഭാവം ശരിക്കും ഫീൽ ചെയ്യുന്നു. കഴിഞ്ഞ എല്ലാ പരിപാടികളിലും ചാക്കോ സാറ് സൂചിപ്പിച്ചതുപോലെ വളരെ അച്ചടക്കത്തോടു കൂടി ഈ പരിപാടി നടത്താനുള്ള നിർദ്ദേശങ്ങൾ തന്ന് ഇതിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുമ്പിൽ ശിരസ് നമിക്കുന്നു. ഇവിടെ ഭരത് PJ ആൻ്റണിയുടെ പേരിലുള്ള നാടക അവാർഡിൻ്റെ ജൂറി മെമ്പർ എന്ന നിലയ്ക്കാണ് ഞാൻ ഇവിടെ അതിൻ്റെ ഒരു റിവ്യൂ അവതരിപ്പിക്കുന്നത്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ജൂറി ചെയർമാൻ ഡോക്ടർ ഷിബു എസ് കൊട്ടാരമാണ്. മറ്റംഗങ്ങൾ അഡ്വക്കേറ്റ് പ്രേംപ്രസാദ്, ശശിധരൻ നടുവിൽ എന്നിവരാണ്. അപ്പം നമുക്ക് കിട്ടിയ രചനകളിൽ ഏറ്റവും മികച്ച രചനയായിട്ട് തിരഞ്ഞെടുത്തത് മാക്ബത്ത് ദി ലാസ്റ്റ് ഷോ, ഹസീം അമരവിളയുടെ ഈ നാടകമാണ് ഏറ്റവും മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം ഐറിഷ്
നാടകകൃത്തായിട്ടുള്ള ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്, കോൺഫ്ലിക്റ്റ് ഈസ് ദി സോൾ ഓഫ് ഡ്രാമ എന്ന്. അപ്പോൾ ഒരു ഡ്രാമയ്ക്ക് എന്തെല്ലാം വേണം, പുറത്തു നിന്നും അകത്തു നിന്നുള്ള കോൺഫ്ലിക്റ്റാണ് നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാടകം മാത്രമല്ല, സിനിമയായാലും ശ്രീനിവാസനെ പോലെയുള്ള അദ്ദേഹത്തിനെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. മികച്ച തിരക്കഥകളും സിനിമകളും ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സംഘർഷങ്ങളാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. അപ്പം ആ എല്ലാ തരത്തിലുള്ള ഒരു കളക്റ്റീവ് എഫേർട്ടാണ് നാടകം എന്ന് പറയുന്നതിൻ്റെ. ഈ നാടകത്തിൻ്റെ പ്രമേയം മികച്ചതായിരുന്നു. അതിലെ സംഭാഷണങ്ങൾ നമുക്ക് എപ്പോഴും അറിയാം, കോൺവെർസേഷൻ എന്ന് പറയുന്നത് കുറുക്കി കൊള്ളുന്നതാവണം, പരത്തി പറയുന്നതാവരുത് എന്ന്. അതുപോലെ ഈ നേരത്തെ പറഞ്ഞ സംഘർഷം, ഇതെല്ലാം ചേർന്ന് ഈ നാടകത്തെ അതിഗംഭീരമാക്കുന്നു. ഇതിൻ്റെ പ്രമേയം ഇന്ത്യൻ ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ 25 വർഷമായിട്ട് മാക്ബത്ത് എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുന്നു. പെട്ടെന്ന് അവരത് നിർത്താൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് അതിലെ കഥാപാത്രങ്ങളായി പരകായ പ്രവേശം ചെയ്ത നടന്മാർ അനുഭവിക്കുന്ന സംഘർഷം, അതൊക്കെയാണ് ഇതിൻ്റെ കഥാതന്തുവായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും മികച്ച നാടകം. PJ ആൻ്റണിയെ പോലെയുള്ള ആ അതുല്യ പ്രതിഭയുടെ പേരിലുള്ള അവാർഡ് കിട്ടിയ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ജൂറി സ്പെഷ്യൽ മെൻഷൻ 3 നാടകങ്ങൾക്കാണ് അവാർഡ് നൽകിയത്. ഒന്ന് മണിയപ്പൻ ആറന്മുള, അദ്ദേഹത്തിൻ്റെ മുനമ്പ് എന്ന് പറയുന്ന നാടകം. ഗാസ, നമുക്കറിയാം, യുദ്ധ വെറിക്കെതിരെയുള്ള ശക്തമായ ഒരു നാടകമായിരുന്നു മുനമ്പ് എന്നുള്ളത്. അപ്പോൾ അത് വളരെ ചെറിയൊരു പോയിന്റിലാണ് അതിൻ്റെ അവാർഡ് നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഒരു രംഗഭാഷയിൽ വന്നൊരു, അതായത് നമ്മൾ കോൺവെർസേഷൻസ് കുറച്ച് പരത്തി പറഞ്ഞു പോയതാണ് അതിൻ്റെ ഒരു നേരിയ ഒരു വ്യത്യാസത്തിന് അതിൻ്റെ അവാർഡ് നഷ്ടപ്പെട്ടത്. അത് ഒന്നും കൂടി ഒതുക്കി പറയേണ്ട ഒരു നാടകമായിരുന്നു. പിന്നെ സിജി പ്രദീപിൻ്റെ ആതങ്ക എന്ന് പറയുന്ന നാടകം, നമുക്കറിയാം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് നാടകങ്ങളിൽ വരാറ്. സ്ത്രീകൾ പോലും നാടകരംഗത്ത് വളരെ കുറവാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നത് എന്നുള്ളത് ഹിഡിംബി, ശൂർപ്പണക മുതലായ മിത്തുകളുടെ ശക്തമായ മിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിച്ച നാടകമാണ് ഈ ആതങ്ക എന്ന് പറയുന്നത്. അതുപോലെ സുധീഷ് അമ്മവീടിൻ്റെ കളി എന്ന് പറയുന്ന കാലിക പ്രസക്തിയുള്ള ഒരു നാടകമാണ് സ്പെഷ്യൽ ജൂറി മെൻഷനായിട്ട് തിരഞ്ഞെടുത്ത മറ്റൊരു നാടകം. അപ്പം മുനമ്പ്, ആതങ്ക, കളി 3 നാടകങ്ങളാണ് സ്പെഷ്യൽ ജൂറി മെൻഷനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ നാടകങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നാടകത്തിൽ ആ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഇല്ലാതാവുന്നു. പ്രമേയം മാത്രം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു രീതി വരുമ്പോൾ ആ നാടകം അത്ര പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ അത് നമുക്കറിയാം, സ്റ്റേജ് എന്ന് പറയുന്നത് നാടകത്തിൻ്റെ ആത്മാവാണല്ലോ. അപ്പോൾ നാടകം എഴുതുമ്പോൾ സ്റ്റേജ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പം അത്തരം ചില പോരായ്മകൾ പിന്നീട് വന്ന പല നാടകങ്ങളിലും ധാരാളമായിട്ട് നമ്മൾ പിന്നെ ഇതിൽ കണ്ട നാടകങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇനിയും മികച്ച നാടകങ്ങൾ ഇനിയും അടുത്ത വർഷങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു വാക്ക് കൂടി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ നാടകത്തിൽ പിന്നെ ഉന്നതമായിട്ടുള്ള പഠനം നടത്താൻ എൻ്റെ MPhil ആയാലും PhD ആയാലും അതിനൊക്കെ പ്രേരണദായകമായത് ചാക്കോ സാറാണ്. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. സാറിൻ്റെ ക്ലാസ്സുകൾ, ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, സാറ് ഒരു ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് സാറിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ഇരുന്നിട്ടുള്ളത്. അന്ന് സാറ് ലൈഫ് ഓഫ് ഗലീലിയോ ആയാലും 12th നൈറ്റ് ആയാലും അതൊക്കെ ക്ലാസ് എടുക്കുന്നത് നാടകം അഭിനയിച്ച് കാണിച്ചുകൊണ്ടായിരുന്നു. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാടകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് സഹായകമായത്. ആ ഒരു നന്ദിയും കൂടി ഞാൻ സാറിനോട് ഇവിടെ പറയുന്നു. ഇവിടെ ധാരാളം പേർക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, അവരൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ മികച്ച നടൻ, വളരെ ഇവിടെ എല്ലാവരും പറഞ്ഞു, ഇനി പറഞ്ഞാൽ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നായകനായും പ്രതിനായകനായും ഒക്കെ വളരെ റേഞ്ചുള്ള ഒരു നടൻ, അദ്ദേഹത്തിന് ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. സുഹൃത്തുക്കളെ, നമ്മൾ TG രവിയേട്ടനെ ഒരു 3-4 സമിതികൾ ആദരിക്കുന്നുണ്ട്. അത് 3-4 മിനിറ്റ് കൊണ്ട് കഴിയും. ആദരിക്കുന്നവരൊന്ന് മുന്നോട്ട് വരണം, നല്ലതാണ്. സമത ടീച്ചറുണ്ട് ഇവിടെ. പിന്നെ ഗ്രീൻ വയലൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മുന്നോട്ട് വന്നാൽ പെട്ടെന്നാവാം. നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. നാടക സാധകം
തീർച്ചയായിട്ടും നമ്മൾ ഭരത് പി ജാനിനെ കുറിച്ചുള്ള ജീവചരിത്ര പുസ്തകമാണ്. ഞാനിവിടെ സാഹിത്യ അക്കാദമിക്ക് രാവണി മാഷൊക്കെ എക്സിക്യൂട്ടീവ് ആയിരിക്കുന്ന സമയത്ത് 2011 ചെയ്തു കൊടുത്താണ് ജീവിതം പി ജാനി ജീവിതം ഒരു ആഹ്വാനം എന്നുള്ളത്. 420 പേജൊക്കെയുള്ള പുസ്തകമാണ്. ഇത് രവിയേട്ടന് ഇന്ന് ഇവിടെ മാത്രമേ കൊടുക്കുള്ളൂ, നേരത്തെ ചോദിച്ചാൽ കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും ഈ ഒരു പുസ്തകം അടങ്ങുന്ന എൻ്റെ അടക്കം മറ്റു പല നാടകങ്ങളുണ്ട്. ശ്രീ രാജ്മോഹൻ നീലേശ്വരത്തിൻ്റെ നാടകമുണ്ട്. ഞാൻ എല്ലാ നാടക പുസ്തകം ഇറങ്ങുമ്പോൾ 5-10 കോപ്പി മേടിച്ച് വയ്ക്കും എൻ്റെ സുഹൃത്തുക്കളുടെ. അപ്പോൾ മണിയപ്പനെ അറിയാതെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ മറ്റു പലർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാടക സാധകത്തിൻ്റെയും സാധക സംഗീതാലയത്തിൻ്റെയും ഈ സമാധാനമായിട്ട് ഈ പുസ്തകങ്ങളാണ് കൊടുക്കുന്നത്. അടുത്തതായി നവരശ്മി ചേർപ്പ്. ഗ്രീൻ വയലൻസ് ചിയാരം. സമത. ഉഷകുമാരി ടീച്ചർ.